ഞാൻ ദൈവവചനത്തിൻ്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ഒരുമിച്ച് ചിന്തിക്കാനായി ഒരു വാക്യം വായിച്ച് ആരംഭിക്കാം. ഞാനിവിടെ വന്നപ്പോൾ ആദ്യത്തെ ഒരു പ്രബോധന പദം ആദ്യത്തെ അല്ല, ഞാനും കേട്ട ഒരു പ്രബോധന പദം നടക്കുകയായിരുന്നു. അതിനകത്ത് ചില പദങ്ങളും എന്നെ തൊട്ടു. ദൈവകൃപയാൽ ഇന്നിവിടെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചതും അതിനോട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിച്ചേച്ച് അവിടുന്ന് മാറും. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസന്നിധാനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എനിക്ക് ദൈവം നേരിട്ട് തരുന്ന ചില മെസ്സേജുകൾ ഞാൻ ഒരിക്കലും ഡിസ്പോസിബിൾ അല്ല, കളയാറില്ല. ഒരിക്കൽ ദൈവം നേരിട്ട് എനിക്കൊരു മെസ്സേജ് തന്നാൽ എനിക്ക് തോന്നുന്നത്, ഇന്നത്തെ അറിവിൽ ഇങ്ങനെ പറയാം, ഒരു 10-30 വർഷം അത് തന്നെ പ്രസംഗിക്കും. പോകുന്നിടത്തെല്ലാം പ്രസംഗിക്കും, പിന്നെയും പ്രസംഗിക്കും, ആവർത്തിച്ച് പ്രസംഗിക്കും, ഒരേ സ്റ്റേജിൽ അതേ വാക്യം വായിക്കും. പക്ഷെ ഓരോ പ്രാവശ്യവും പുതിയ ആലോചന ദൈവം തരും. റെയിൻഹാർഡ് ബോങ്കെ ഒരിക്കൽ ചോദിച്ചു, അദ്ദേഹത്തോട് പലരും പറയാറുണ്ട്, ഈ മെസ്സേജ് 10 പ്രാവശ്യം കേട്ടതാ, വേറൊരു മെസ്സേജ് ഒന്നും ഇല്ലെന്ന്. റെയിൻഹാർഡ് ബോങ്കെ, ഞാനല്ല, ആ വലിയ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ 10-60 വർഷമായിട്ട് ഒരേ സൂര്യൻ്റെ പ്രകാശമാണ് വരുന്നത്. ഈ സൂര്യനൊന്നും മാരി ഇതുവരെയും വന്നിട്ടില്ല. അത് സൂര്യനിൽ നിന്ന് ഓരോ ദിവസവും വരുന്ന രശ്മികളും പുതുതാണ്. അതിനകത്ത് പുതിയ ഇന്ധനങ്ങൾ ബേൺ ചെയ്യും, പുതിയ രശ്മികൾ അവിടുന്ന് പുറപ്പെടും. മിനിറ്റുകൾ കഴിയുമ്പോൾ നമ്മുടെ അടുക്കൽ എത്തും. ഇതുപോലെ തന്നെ ആ പഴയ സൂര്യനിൽ, പഴയ വാക്യത്തിൽ എന്നും പുതിയ ആലോചനകൾ ഉള്ളതുകൊണ്ട് കർത്താവിനെ വാഴ്ത്തും. ആകയാൽ നാമം, ആ പദങ്ങൾ തൊട്ടുപോകാം. ആകയാൽ നാമം. ആകയാൽ എന്ന പദത്തിന് ഒരർത്ഥമുണ്ട്. വേദപുസ്തകത്തിൽ ചില പദങ്ങൾ ഇതുപോലുള്ള കൺജങ്ഷൻ വാക്കുകളുമായിട്ട് ആരംഭിക്കും. അനന്തരം, ആകയാൽ, പിന്നെ, പിന്നത്തേതിൽ, ഇങ്ങനെയൊക്കെ. ആ വാക്ക് മനസ്സിലാകണമെങ്കിൽ അതിന് പിമ്പിലൊരു ഭാഗമുണ്ട്, അത് മനസ്സിലായാലേ പറ്റൂ. ആകയാൽ എന്ന പദമുള്ളതുകൊണ്ട് ഇതിനൊരു പച്ചാൽ ഭാഗമുണ്ട്. ആ പച്ചാൽ ഭാഗം മനസ്സിലാക്കാതെ ഒക്കത്തില്ല. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട്, നമ്മുടെ ചുറ്റും സാക്ഷികളുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ കൺമുൻപിൽ ഈ പറയുന്ന സാക്ഷികൾ ആരുമില്ലെങ്കിലും ചരിത്രത്തിൽ ഇവരെല്ലാം ഉണ്ട്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട്, ഇവരാരും മരിച്ചെങ്കിലും പോയിട്ടില്ല, ഇവരെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ചിലതെല്ലാം വിട്ടേച്ച് ഓടണം. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. ആരുടെയൊക്കെ മുമ്പിൽ ദൈവം ഒരു ഓട്ടം വെച്ചിട്ടുണ്ടോ അവരോടുള്ളത് ദൂത്. നിങ്ങളുടെ മുമ്പിൽ ഒരു ഓട്ടം ഇല്ലെങ്കിൽ ഇന്നത്തെ തുടർന്നുള്ള 1 മണിക്കൂർ നഷ്ടപ്പെട്ടു, ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ മുമ്പിൽ ഒരു ഓട്ടം ഉണ്ടെങ്കിൽ നിങ്ങളോട് ദൂത്. ഓട്ടം 2 രീതിയിലാകാം. ഒന്ന്, നേരിട്ടൊരു വ്യക്തിയുടെ മുമ്പിൽ ദൈവം തരുന്നൊരു ഓട്ടം, ഇങ്ങോട്ട് ഓടാൻ പറഞ്ഞു. 2, കോർപ്പറേറ്റ് റേസ്, സഭയുടെ മുമ്പിൽ ദൈവം തരും, ഒരു കൂട്ടായ്മയുടെ മുമ്പിൽ ദൈവം തരും, ഒരു മിനിസ്ട്രിയുടെ മുമ്പിൽ തരും. ഇതെല്ലാം വെവ്വേറെയാണ്. സഭ വേറെയാണ്, കൂട്ടായ്മ വേറെയാണ്, മിനിസ്ട്രി വേറെയാണ്, ഇതെല്ലാം വെവ്വേറെയാണ്. ഒരു വ്യക്തിയുടെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ, കൂട്ടായ്മയുടെ മുമ്പിൽ, മിനിസ്ട്രിയുടെ മുമ്പിൽ ദൈവം ഓരോ ഓട്ടം തരും. ഇന്നലെ ലീഡേഴ്സിനോട് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു കണ്ണിടർച്ച വരുത്തിയാൽ, ഒരു കൈ ഇടർച്ച വരുത്തിയാൽ, ഒരു കാലിടർച്ച വരുത്തിയാൽ, ഒന്നിച്ച് കാഴ്ചപ്പാട് പോയാൽ, ഒന്നിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടമായാൽ, ഒന്നിച്ചുള്ള പ്രവർത്തനം നഷ്ടമായാൽ അത് വെട്ടിക്കളയല്ലാതെ നിവൃത്തിയില്ല. ഇത് ചൊവ്വെ മുന്നോട്ട് പോകണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരണം. ഒരു സഭയ്ക്ക് ഒന്നിച്ചൊരു കാഴ്ചപ്പാട് വേണം. ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി എല്ലാവർക്കും അതില്ല. അവരുടെ മുമ്പിൽ ഒരു ഓട്ടം ഉണ്ടെങ്കിൽ അവർക്ക് അത് വേണം. സഭയുടെ മുമ്പിൽ ഒരു കോർപ്പറേറ്റ് വിഷൻ കാണും, ഒരുമിച്ചൊരു കാഴ്ചപ്പാട്. ഒരു മിനിസ്ട്രിക്ക് ഒരു കോർപ്പറേറ്റ് മിഷൻ കാണും. നിങ്ങളുടെ സഭയുടെ മിനിസ്ട്രി അല്ല, നിങ്ങളുടെ പാസ്റ്റർ അനുജോറെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രി. സഭയിലുള്ള എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ മിനിസ്ട്രി സഹകരിക്കണമെന്നില്ല. സഭയിൽ ഇല്ലാത്ത ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ മിനിസ്ട്രിയിൽ സഹകരിക്കും. കാര്യം മിനിസ്ട്രി സഭയേക്കാൾ വലുതാണ്. അങ്ങനെ വ്യത്യസ്ത ഓട്ടങ്ങൾ കാണും. മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടുകൊണ്ട് വന്ന ദൂതിൻ്റെ ഭാഗം ഇതായിരുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. ഇവരെല്ലാം നമ്മുടെ മുമ്പിലും ഉണ്ടെങ്കിലും നോട്ടം ഇവരിലല്ല,
ഇവരിൽ നമുക്ക് ഒത്തിരി എൻകറേജ്മെൻറ്റ് ലഭിക്കും, ഇവരിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ പഠിക്കാം. പക്ഷേ നോട്ടം ക്രിസ്തുവിനെ ആയിരിക്കണം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശു. ഒന്ന്, തൻ വിശ്വാസത്തിൻ്റെ നായകന് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ എന്നെ നയിക്കും. എന്നെ വിശ്വാസത്തിൽ നയിക്കുന്നത് എൻ്റെ അപ്പൂപ്പനല്ല, എന്നെ വിശ്വാസത്തിൽ നയിക്കുന്നത് എൻ്റെ അമ്മൂമ്മയും അല്ല, എന്നെ വിശ്വാസത്തിൽ നയിക്കുന്നത് പാസ്റ്റർ അനി ജോർജ് അല്ല, എന്നെ വിശ്വാസത്തിൽ നയിക്കുന്നത് വേറൊരാൾ, എന്നെ വിശ്വാസത്തിൽ നയിക്കുന്നത് എം എ വർഗീസ് അല്ല, എന്നെ വിശ്വാസത്തിൽ നയിക്കുന്നത് യേശുവാണ്, വിശ്വാസത്തിൻ്റെ നായകൻ. ഈ നായകൻ ഒരു പ്രത്യേകതയുണ്ട്. അന്നന്നത്തെ സാഹചര്യത്തിനൊത്തവണ്ണം തൻ്റെ പോളിസിക്ക് അകത്ത് നിന്നുകൊണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ കൊടുക്കും. തൻ്റെ പോളിസിയുടെ അകത്ത് നിന്നുകൊണ്ട് ചില വ്യത്യാസങ്ങൾ കൊടുക്കും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. അങ്ങേരുടെ പുറകെ പോയാൽ സമ്പൂർണ്ണതയിലെത്തും. ഇച്ചിരൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ അറിവുണ്ടായിരുന്നെങ്കിൽ, ഇച്ചിരൂടെ വിവരം കിട്ടിയിരുന്നെങ്കിൽ എന്നൊന്നും ഒരു ഭക്തൻ പറയത്തില്ല. സമ്പൂർണ്ണത വരുത്തുന്ന ആ യേശുവിനെ നോക്കുക. അദ്ദേഹം അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തെങ്കിലേക്ക് എടുക്കപ്പെട്ടു. ആ യേശുവിനെ നോക്കുക. ഞാൻ ഇവിടെ പുറകോട്ട് തിരിച്ചു വരട്ടെ. ഈ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം എന്ന പദം ദൈവം ആദ്യമായി, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ചില വ്യക്തികളെ കൂടെ കൂട്ടത്തിൽ ഞാൻ തൊടും. അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ വിളിച്ചു വെച്ച് പറഞ്ഞു, അബ്രഹാമേ, നീ ഒറ്റയ്ക്ക് ശുശ്രൂഷിക്കാനല്ല നിന്നെ വിളിക്കുന്നത്. ഹാബേലിൻ്റെ വിളി അതല്ലായിരുന്നു. ഞാനിപ്പോൾ ഹാബേലിലും അബ്രാമിലും ഒക്കെ പോകും. ഹാബേലിൻ്റെ വിളി അതല്ലായിരുന്നു, ഒറ്റയ്ക്ക് നിൽക്കാനായിരുന്നു. ഏലിയാവിൻ്റെ വിളി ഒറ്റയ്ക്ക് നിൽക്കാനായിരുന്നു. അബ്രഹാമേ, അങ്ങയുടെ വിളി അതല്ല. അങ്ങയുടെ വിളി ഒരു സമൂഹത്തെ എഴുന്നേൽപ്പിക്കാൻ. നിന്റെ വിളി വ്യക്തിപരമല്ല. അതുകൊണ്ട് നിന്റെ തലമുറകൾക്കും നിന്റെ സന്തതികൾക്കും നിന്നെ ഏൽപ്പിക്കുന്ന വിട്ടുകൊടുക്കണം. ഹാനോക്കെ, നീ ഒന്നും വിട്ടുകൊടുക്കേണ്ടതില്ല. നീ തലമുറയ്ക്കൊന്നും കൊടുക്കണ്ട. കാര്യം നിന്റെ വിളി തലമുറയെ നന്നാക്കാനല്ല, തലമുറയെ ഉണ്ടാക്കാനല്ല. ഹാബേലെ, അങ്ങയുടെ വിളി തലമുറയെ നന്നാക്കാനല്ല, തലമുറയെ ഉണ്ടാക്കാനല്ല. ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ നില്ല്, നിനക്കൊരു വിളിയുണ്ട്. അബ്രഹാമേ, അങ്ങയുടെ വിളി അതല്ല. അങ്ങയുടെ വിളി ഒരു തലമുറയെ ഉണ്ടാക്കാനാണ്. വ്യക്തിപരമായി ചിലരെ ദൈവം വിളിക്കും, കോർപ്പറേറ്റായി ദൈവം ചിലരെ വിളിക്കും. തിരിച്ച് ഞാൻ ഒന്നുകൂടെ പോവുക. ദൈവം ആദമിനെ ഒറ്റയ്ക്ക് വിളിച്ചു. ഒറ്റയ്ക്ക് ആദമിന് ദൈവം ഒരുപാട് ശുശ്രൂഷകൾ കൊടുത്തു. ശുശ്രൂഷ അങ്ങോട്ട് കൊടുത്ത് ദൈവം കൊടുത്തതാ, അങ്ങോട്ട് കൊടുത്തു. എന്തൊക്കെയാ? പക്ഷികളെയും നാൽക്കാലികളെയും ഒരു ഇഴജാതിയും മൃഗങ്ങളെയും അടക്കി വാഴും. ഇവിടെ ഒരു വലിയ രഹസ്യം ഞാൻ ഓർപ്പിക്കാം. അവിടെ നിന്ന് വിശദീകരിക്കാൻ ഒക്കത്തില്ല. എത്ര പേർക്ക്, എല്ലാ ലെവലിലുള്ളവർക്കും എന്തെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് ഒരു ഹയർ ലെവലിലുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിത് പറയാം. ഈ ഭൂമി അതിനു മുമ്പേ സൂര്യൻ്റെ കൊടുത്തത് അറിയാമോ? പകൽ വാഴുവാൻ സൂര്യനെയും രാത്രിയിൽ വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വാഴാൻ വേണ്ടി ആരണ്ടൊക്കെ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ആദമിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആദമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചും അടക്കി വാഴ്. എടാ, അവൻ വാഴുന്നിടത്ത് ഞാൻ എങ്ങനെ കയറി വാഴും? ഇവിടെ മോനെ സ്പിരിച്വൽ വാർഫെയർ. അധികം കാഴ്ചപ്പാടുകൾ ആർക്കാണ്? നവീന കാഴ്ചപ്പാട് ആർക്കാണ്? പുതിയതായി ദൈവം വിളിച്ചത് ആരെയാണ്? അധികമേൽപ്പിച്ചത് ആരെയാണ്? അവനാണ് ജയിക്കേണ്ടത്. നീ വാഴുമ്പോൾ തന്നെ ഉപദ്രവമില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. വേറെ ആരും ക്ലെയിമിന് വരത്തില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിൻ്റെ നടുവിൽ ഞാൻ വിളിച്ച പദ്ധതിക്ക് വേണ്ടി നിൽക്കേണ്ടതിന് വാഴുക. വാഴാൻ വേണ്ടി വിളിച്ചു. ഓക്കെ, നിൽക്കട്ടെ. ആദമിന് ചുമതലകളെല്ലാം കൂടി ഏൽപ്പിച്ചേച്ച് തമ്പുരാൻ തന്നെ പറഞ്ഞു, നിന്നെക്കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല, നിന്നെക്കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ വിവാഹ ശുശ്രൂഷകൾ നടത്തുമ്പോൾ പറയാറുണ്ട്, സഹോദരിമാർക്ക് ആശ്വസിക്കാൻ നിങ്ങളെ യാതൊരു ചുമതലയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. സത്യമായിട്ടും ഒരു ചുമതലയും സഹോദരിമാരെ ഏൽപ്പിച്ചിട്ടില്ല. മൊത്തം ഏൽപ്പിച്ച് ആൺപിള്ളേരെയാണ്, മൊത്തം ഏൽപ്പിച്ചത് ആൺപിള്ളേരെയാണ്. അവരോട് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു. ദൈവം ഇതങ്ങോട്ട് കൊടുത്തേച്ച് പറഞ്ഞു, പക്ഷെ മോനെ, നിൻ്റെ മേൽ കിട്ടിയ ചുമതല അതിഭയങ്കരമാണ്. നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഒക്കുമെന്ന് തോന്നുന്നില്ല. ഒക്കെയില്ല. കാര്യം നിത്യദൈവമല്ലേ ഇങ്ങോട്ട് ഇട്ടുകൊടുത്തത്. നീ ആഫ്റ്റർ ഓൾ മണ്ണിൽ നിന്ന് വന്നതല്ലേ, നിന്നെക്കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് തക്ക തുണയായി ഒരു സഹോദരിയെ കൂടെ തരാം. അങ്ങനെ ഒരു തക്ക തുണയായി സഹോദരിയെ കൊടുത്തു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വെളിപ്പാട് ഏറ്റുവാങ്ങിയത് സഹോദരന്മാരാണ്. പക്ഷെ നിങ്ങളുടെ മേലുള്ള വിളി എന്താണെന്ന്, നിങ്ങളുടെ ഗിഫ്റ്റിംഗ് എന്താണെന്നും ചൊവ്വെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒടുവിൽ ഭാര്യ ഭർത്താവായി ഭരിക്കേണ്ടി വരും. അങ്ങനത്തെ കുടുംബങ്ങൾ ഒത്തിരിയുണ്ട്. അങ്ങനെയും നടക്കുന്നവർക്കായി സ്തോത്രം. അതും ഉഴപ്പിയവരുണ്ട്. ഭർത്താവിനെ ചുമതല ഇങ്ങോട്ട് ഏൽപ്പിച്ചു പറഞ്ഞു, നോക്കിക്കോണം, നിൻ്റെ മേലുള്ള ഗിഫ്റ്റിംഗ് എന്തുവാണ്, നീ ആരാണ്, നീ എന്തുവാണ്, നിനക്കെന്തോ കഴിയും, നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഒക്കാത്തത് കൊണ്ട് തക്ക സഹായത്തിന് വേണ്ടി ഒരു സഹോദരിയും കൂടെ. പക്ഷേ നമ്മുടെ ഔവാമ്മച്ചി ചതിച്ചെന്നറിയാമോ? ഇതിനെയാണ് കോർപ്പറേറ്റ് കോൾ എന്ന് വിളിക്കുന്നത്.
പാസ്റ്റർ അനി ജോർജിനെ ഞാൻ അവർ പേര് ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം, എല്ലാവർക്കും A to Z മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പാസ്റ്റർ അനി ജോർജിനെ വിളിച്ചേച്ച് ഒരു വിഷൻ ദൈവം ഏൽപ്പിച്ചു, ഒരു ദർശനം ഏൽപ്പിച്ചു. എന്നിട്ട് സഭയോട് പറഞ്ഞു, ചേർന്ന് നിന്നോണം. അനി ജോർജെ, അങ്ങയെ കൊണ്ട് ഒറ്റയ്ക്കൊക്കത്തില്ല, അതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി ഒരു തക്ക തുണയെ ഞാൻ എഴുന്നേൽപ്പിച്ചു തരാം. ഒരു കൈ കൊണ്ടും ഒരു നാക്ക് കൊണ്ട് ഇത് പറ്റാത്തത് കൊണ്ട് ഒരു 10,000 കൈകളും 10,000 നാക്കുകളും, അല്ലങ്ങനല്ല, 10,000 കൈയാന്ന് 5,000 നാക്ക് മനുഷ്യകർമ്മങ്ങളോട് പോവുകയാണ്, നിനക്ക് ഇരിക്കട്ടെ. ഇതൊന്നിച്ച് വന്നെങ്കിൽ മാത്രമേ വേല നടക്കത്തുള്ളൂ. പക്ഷെ ചുമതല നിൻ്റേതാണ്. ആദമിനെ ഏൽപ്പിച്ചു, ഔവയെ തക്ക തുണയായിട്ടു. കോർപ്പറേറ്റ് കോൾ എന്ന് വിളിക്കുന്നത് അതിനെയാണ്. നിങ്ങൾക്കറിയാമോ, കോർപ്പറേറ്റ് കോളിനകത്ത് വരുന്നവൻ തെറ്റിയാൽ ആകെ അടിപടല തെറ്റി. ഔവാമ്മച്ചിയായി നാശം എല്ലാം ഉണ്ടാക്കി വെച്ചത്. നമ്മുടെ കഷ്ടകാലം മൊത്തം കോർപ്പറേറ്റ് കോളിൽ വിളിച്ചതാണ്. ഇതുപോലെയാ സാറാമ്മച്ചി പറ്റിച്ചത്. അബ്രഹാമിനെ ദൈവം വിളിച്ചൊത്തിരി ചുമതല ഏൽപ്പിച്ച തലമുറയായി പെറ്റുപെരുകിക്കണമെന്ന്. പക്ഷേ കൂട്ടത്തിൽ സാറയെ കൂടെ കൊടുത്തു, ഒറ്റയ്ക്ക് പണി നടക്കുകയില്ല. അതുകൊണ്ട് സാറയെ കൂടെ കൊടുത്തു. അമ്മച്ചിയാണ് ഒത്തിരി നാശം ഉണ്ടാക്കിയത്. അമ്മച്ചി സമയത്തിന് കാത്തിരിക്കാൻ കഴിയാതെ വന്നു. കോർപ്പറേറ്റ് കോളിലുള്ളവർ ഒരുപാട് കെയർഫുള്ളായിരിക്കണം. അവർ ചേരേണ്ടതുപോലെ ചേർന്ന് നിന്നില്ലെങ്കിൽ താളത്തിനു പകരം അവതാളമുണ്ടാകും. ഇത് മറക്കരുത്. ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഇനീഷ്യൽ ആദ്യത്തെ കോളാണോ, വിഷണറി ആണോ ആ കോളിൽ? എൻ്റെ മേലുള്ള കോള് ഒരു സബോർഡിനേറ്റ് കോളാണോ ആ സബോർഡിനേറ്റ് കോളിങ്ങിൽ? ഒരു കോർപ്പറേറ്റ് കോളാണോ ആ കോർപ്പറേറ്റ് കോളിങ്ങിൽ? അവനവൻ മേൽ വിളിച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക് പോരാടുക. ആരുടെ മുമ്പിൽ ഓട്ടം വെച്ചു അവർ സ്ഥിരതയോടെ ഓടുക. ഇന്ന് പകൽ കോളുള്ളവർക്കായി സ്തോത്രം. ആത്മലോകത്തിൽ ഒത്തിരി പെശക് പറ്റിയ ഒന്ന് ഞാൻ കണ്ടത്, തങ്ങളുടെ കോൾ എന്നാന്ന് ആർക്കും തിരിച്ചറിയാം. ചിലർക്ക് തിരിച്ചറിയാൻ വയ്യാതെ വരും. അങ്ങോട്ടാണോ ഓടേണ്ടത്, ഇങ്ങോട്ടാണോ ഓടേണ്ടത്? കുറച്ച് നാൾ പറഞ്ഞു സ്നാനം വേണം, സ്നാനപ്പെട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് പറഞ്ഞു സ്നാനം തെറ്റിപ്പോയി. പിന്നെ പറഞ്ഞു അങ്ങനെ വേണം, അവൻ അതിൽ കുറേ പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അതുമല്ല മറ്റേതാ കാര്യം. അവൻ അവിടുന്ന് തിരിച്ചോടി. ഈ കറങ്ങി ഓടുന്ന പലരുമുണ്ട്. പിന്മാറ്റക്കാരെന്ന ഒരളവിൽ അവരെ വിളിക്കാം. അങ്ങനെ പല പേരുകൾ, ഓമനപ്പേരുകളുണ്ട്. അങ്ങനെ പല പേരുകളിൽ വിളിക്കാം. നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തിനൊരു സ്ഥിരത വേണം. അത് യോഗ്യമായി ഓടണം. എങ്കിൽ നിങ്ങൾ ബിരുദ പ്രാപിക്കും. നമുക്കവിടെ നിൽക്കാം. അതുകൊണ്ട് ആകയാൽ എന്ന് പറഞ്ഞ് തുടങ്ങി. ഇവിടെ തുടർന്ന് വരുമ്പോൾ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം സത്യത്തിൽ ഈ 12-ാം അധ്യായത്തിൻ്റെയും 11-ാം അധ്യായത്തിൻ്റെയും കൂടെ ചേർന്ന്, ആകയാൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് കൊണ്ട് 11-ാം അധ്യായം ബാധകമാണ്. ഇവിടെ 12-ാം അധ്യായത്തിൻ്റെ പശ്ചാൽ ഭാഗം 11-ാം അധ്യായമാണ്. നമ്മളവിടെ പോകാം. ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഒരു വിശ്വാസവീരനെ എഴുന്നേൽപ്പിക്കുക എന്നതാണ് പ്രധാനം. ഒരു വിശ്വാസവീരനെ എഴുന്നേൽപ്പിക്കുക. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തെക്കുറിച്ച് ഒത്തിരി ആളുകൾ പറയുന്നത് വിശ്വാസവീരന്മാരുടെ പട്ടികയാണെന്ന്. അന്ന് വിശ്വാസവീരന്മാരുടെ പട്ടികയാണ്. പണ്ടൊരിക്കൽ പോൾ യോങ്ങിച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചോദിച്ചതുണ്ട്, വേദപുസ്തകത്തിൽ എന്തിനാ ഇതിനു വേണ്ടും പേര്? അങ്ങർക്ക് പറ്റിയ ഒരു ഗതികേട് പറയാം. അദ്ദേഹം തന്നെ പറയുന്നതാണ്. ആദ്യമായി അദ്ദേഹത്തിന് ആരോ ഒരു പെൺകുട്ടി, അദ്ദേഹം ഒരു ബുദ്ധമതക്കാരനായിരുന്നു, ആ ബുദ്ധമതത്തിലായിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി വേദപുസ്തകത്തിലെ പുതിയ നിയമം വായിക്കാൻ കൊടുത്തു. ഏതെങ്കിലും ഒരു പുസ്തകം കിട്ടിയാൽ 1-ാമത്തെ അധ്യായം മുതലേ വായിക്കുന്നേ. അദ്ദേഹം തുറന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായന തുടങ്ങി. ഇന്നാരെ ജനിപ്പിച്ചു, ഇന്നാരെ ജനിപ്പിച്ചു. ഒരു ശകലം നേരം വായിച്ചു കഴിഞ്ഞാൽ പുള്ളി ഓർത്തിട്ട് ഇത് ഒത്തിരി പേരുടെ പേരുണ്ട്, അഡ്രസ്സില്ല, ടെലിഫോൺ നമ്പരില്ല, ഇവരാരെ എന്നൊരു പിടിയുമില്ല, എനിക്കിതെല്ലാം കൂടെ പഠിച്ചിട്ട് എന്നെ എടുക്കാനാ? അദ്ദേഹം പറഞ്ഞ് ഈ പട്ടിക പഠിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നിയത് ഇവിടുത്തെ ടെലിഫോൺ ഡയറക്ടറി എടുത്ത് വെച്ച് വായിക്കുക നല്ലത്. കുറഞ്ഞ വർഷം അഡ്രസ്സും ടെലിഫോൺ നമ്പരും ഉണ്ട്, ഇതിനകത്ത് അതുപോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ബൈബിൾ വായിച്ചിട്ട് എനിക്കൊരു പ്രയോജനമില്ല. അങ്ങനെ ഇത് മടക്കി അങ്ങ് മാറ്റി വെച്ച് ഇത് എന്നെ എടുക്കാനാ? ഇത് ഈ പട്ടിക പഠിച്ചിട്ട് എനിക്ക് എന്നെ എടുക്കാനാ? പിന്നത്തേതിൽ അദ്ദേഹത്തിന് മനസ്സിലായി എന്തുവാ ഇത്. ഇതുപോലെ എബ്രായ ലേഖനം 11-ാം അധ്യായം മാത്രം കാണുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസവീരന്മാരുടെ പട്ടികയാണെന്ന് തോന്നുന്നു. ഈ പട്ടിക പഠിച്ചിട്ട് എനിക്ക് എന്നെ എടുക്കാനാ? സത്യത്തിൽ ഒരല്പം വ്യത്യാസമുണ്ട്. ഒരു വിശ്വാസവീരൻ്റെ ലക്ഷണങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് ചിന്തിക്കാൻ പോവാം. ഒരു വിശ്വാസവീരൻ്റെ ലക്ഷണങ്ങൾ ചിന്തിക്കാൻ പോവാം. ഞാനിതിനോട് ചേർന്ന് ഒരനുഭവം പറയാം. കുറേ വർഷങ്ങൾക്ക് പുറകിൽ, ഒത്തിരി വർഷങ്ങൾക്ക് പുറകിൽ, മേ ബി ഒരു 30-35 വർഷം പുറകിലായിരിക്കും, തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു കൺവെൻഷനുണ്ട്. തിരൂർ. എനിക്ക് ആ കൺവെൻഷന് പോകണം. എഴുത്തച്ഛൻ്റെ ജന്മനാടാണെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ എനിക്കൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. തിരൂർ കൺവെൻഷന് പോകണം. തിരൂർ കൺവെൻഷൻ എന്നെ വിളിച്ചുടനെ ഞാൻ പറഞ്ഞു, അന്ന് ലാൻഡ് ലൈൻ ടെലിഫോണുണ്ട്, മൊബൈൽ ഫോണില്ല, ലാൻഡ് ലൈൻ ടെലിഫോണുണ്ട്. ഞാൻ അന്ന് എന്നെ വിളിച്ചുടനെ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ വരാം, ഒരു ബുധൻ വ്യാഴം വെള്ളി വരെ ഞാനിവിടെ നിൽക്കാം.
ശനിയാഴ്ച രാവിലെ കോഴിക്കോട്ട് നിന്ന് തിരിച്ച് ബാംഗ്ലൂരിന് വരുന്ന ഒരു ബസ്സുണ്ട്. അതിനെനിക്കൊരു ടിക്കറ്റ് റിസർവ് ചെയ്യണം. കാര്യം എനിക്ക് ശനിയാഴ്ച വൈകിട്ട് ബാംഗ്ലൂരിൽ മീറ്റിംഗ് ഉണ്ട്, അതിന് അറ്റൻഡ് ചെയ്തേ പറ്റൂ. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞ് ടിക്കറ്റ് എല്ലാം റിസർവ് ചെയ്തു, കറക്റ്റ് സമയത്തിന് വരണം. ബുധനാഴ്ച വൈകിട്ട് ഞാൻ തിരൂരിലെത്തി. കോഴിക്കോട്ട് അന്നത്തെ സാഹചര്യത്തിൽ കോഴിക്കോട് ബസ്സിനെത്തിയാൽ അവിടുന്ന് പിന്നെ ലോക്കൽ ബസ്സുകളെ കയറണം. അതേ കയറി അടുത്ത 3 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ തിരൂരെത്തത്തുള്ളൂ. എത്തി. ആദ്യമേ ഞാൻ ചോദിച്ചു, ആദ്യത്തെ അരമണിക്കൂറിന് ഞാൻ ചോദിച്ചു, ബസ്സിലെ ടിക്കറ്റ് കയ്യിൽ റെഡിയാണല്ലോ, കാര്യം തിരിച്ചു പോകണം, ഇത് മഹാമെനക്കെട്ട വഴിയാണ്. ഓ ടിക്കറ്റ് റെഡിയാണ്, എന്നാൽ ഇഞ്ഞ് താ, ഇപ്പോഴേ ഇഞ്ഞതാ. പുള്ളി പറഞ്ഞു, അതേ ടിക്കറ്റ് എൻ്റെ കൈ കിട്ടിയിട്ടില്ല, നമ്മുടെ ഒരു സഹോദരൻ കോഴിക്കോടുണ്ട്, അദ്ദേഹം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ടിക്കറ്റ് അങ്ങേരുടെ കയ്യിലുണ്ട്, ഇപ്പം വൈകിട്ടത്തെ മീറ്റിങ്ങിന് വരുമ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചു തരാം. അയാൾ വന്നില്ല. വ്യാഴാഴ്ച വരുമെന്ന് പ്രതീക്ഷിച്ച് വന്നില്ല, വ്യാഴാഴ്ച വൈകിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച് വന്നില്ല, വെള്ളിയാഴ്ച രാവിലെ വരുമെന്ന് പ്രതീക്ഷിച്ച് വന്നില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തുവാ ചെയ്യുന്നത്? വെള്ളിയാഴ്ച വൈകിട്ട് എനിക്ക് വൈകിട്ടും കൂടി ഇയാൾ കഷ്ടകാലത്തിന് കളിപ്പിച്ചെങ്കിൽ ഞാൻ ശനിയാഴ്ച എങ്ങനെ പോവും? പാസ്റ്റർ പറഞ്ഞു, ഞാനിവിടെ ശനിയാഴ്ച പാസ്റ്ററുടെ കൂടെ വരാം. ഇതിനിടയ്ക്ക് ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു, ലാൻഡ് ലൈനിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ വരാൻ ഒത്തില്ല, അതുകൊണ്ട് വന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് പക്ക വരും, അഥവാ വന്നില്ലെങ്കിൽ പാസ്റ്ററോട് ഇങ്ങോട്ട് വാ. രാവിലെ ഞാൻ ടിക്കറ്റും കൊണ്ട് ബസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കാം, അവിടുന്ന് ഞാൻ ടിക്കറ്റ് അങ്ങ് തന്നേക്കാം. ഓക്കെ, അങ്ങനെ ആട്ടെന്ന് സമ്മതിച്ചു. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ശനിയാഴ്ച എനിക്കതിലേ അങ്ങ് പോകാം, പക്ഷെ പാസ്റ്റർക്ക് തിരിച്ചു വന്ന് ഇവിടെ മീറ്റിംഗ് നടത്തേണ്ടതാണ്. 3 മണിക്കൂർ അങ്ങോട്ടും 3 മണിക്കൂർ ഇങ്ങോട്ടും 6 മണിക്കൂർ ബസ് ജേർണി കഴിഞ്ഞു വേണ്ടി ഈ പാസ്റ്റർക്ക് മീറ്റിംഗ് നടത്താൻ. അതിനേക്കാൾ ഭേദം ഞാൻ തന്നെ പോയി ഈ മനുഷ്യനെ കണ്ടുപിടിക്കുക. ഞാൻ 3-4 ചോദ്യം ചോദിച്ചു. ഇനിയും മെസ്സേജ് കയറുക. ഞാൻ 3-4 ചോദ്യം ചോദിച്ചു. ഒന്ന്, ഈ മനുഷ്യൻ്റെ പേരെന്തോ? അവർ പറഞ്ഞു റെജി എന്നാണ്. ഞാൻ ഇപ്പോഴും ആ പേര് ഓർക്കുന്നുണ്ട്. റെജി എന്നാണ് പേര്. എത്ര വയസ്സുണ്ട്? 24 വയസ്സ്. അവിവാഹിതനാണല്ലേ? അതെ, അവിവാഹിതനാണ്. ഞാൻ അടുത്ത ചോദ്യം, പാസ്റ്ററേ, ഒരു 5000-ഓളം പേര് കൺവെൻഷന് കൂടുന്നുണ്ട് ഒരു രാത്രിയിൽ. ഇന്ന് രാത്രിയിൽ കൺവെൻഷൻ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ എക്സാക്ട്ലി റെജിയുടെ നിറമുള്ള ഒരാളിനെ കാണിച്ചു തരണം. റെജിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടുപിടിക്കാനാണ്. കാര്യം പാസ്റ്റർ വരാതെ റെജിയെ കാണാൻ ഒക്കെ നോക്കാനാണ്. നിറം എങ്ങനെയുണ്ട്? ഒരാളിനെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഇതുപോലെ തന്നെയാണ് നിറം. അപ്പോൾ എൻ്റെ മനസ്സിൽ നിറം പതിഞ്ഞു. ഇന്ന് ബുദ്ധി അത്ര ഇല്ല എനിക്ക്, ഒത്തിരി പോയി, സ്ട്രോക്കെല്ലാം വന്ന് ഒത്തിരി പോയി. അന്ന് നല്ല ഓർമ്മയാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ 2, ഈ പുള്ളിക്ക് എന്തോ ഉയരമുണ്ട്, ഒരാളിനെ കാണിച്ചതാണ്. രണ്ടാമതൊരാളിനെ വിളിച്ച് കൃത്യം ഇത്ര ഉയരമുണ്ട്, മനസ്സിലായി. എന്നെ വണ്ണമുണ്ട്. 3-ാമത്തെ ആളിൽ നിന്ന് വണ്ണം കാണിച്ചു. 4-ാമതൊരാളിനെ പാസ്റ്റർ വിളിച്ച് ഹെയർ സ്റ്റൈലും കാണിച്ചു, ഇതുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റെജിയെ ഞാൻ കണ്ടുപിടിച്ചോളാം. വീണ്ടും റെജിയെ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, റെജി, നീ വെള്ളിയാഴ്ചയും പറ്റിച്ചു, ടിക്കറ്റ് എൻ്റെ സത്യമായിട്ടും ഉണ്ടോ? ഉണ്ട്. അപ്പം ഞാൻ തന്നെയായിരിക്കും വരുന്നത്, ഞാൻ റെജിയെ കണ്ടുപിടിച്ചോളാം. റെജി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇത്ര മണിക്ക് ഉണ്ടായിരിക്കണം. ഇവിടുന്ന് ഈ ഫോൺ താത്തു വെച്ചാൽ പിന്നെ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, കാര്യം അന്ന് സെൽഫോൺ ഇല്ല. അതുപോലെ തന്നെ റെജി അവിടെ വന്നിരുന്നു. ഞാൻ ചെന്നു. എനിക്ക് റെജിയെ കണ്ടോടൻ മനസ്സിലായി. കൺവെൻഷൻ പന്തലിൽ കാണിച്ചു തന്ന നീളം, കൺവെൻഷൻ പന്തലിൽ കാണിച്ചു തന്ന വണ്ണം, ഇതെല്ലാം കൂടെ. നീളം കാണിച്ചവൻ്റെ മുടിയും, മുടി കാണിച്ചവൻ്റെ വണ്ണവും, വണ്ണം കാണിച്ചവൻ്റെ നിറവും നോക്കിയാൽ എനിക്ക് റെജിയെ കിട്ടത്തില്ല. ഏത് വ്യക്തിയിൽ നിന്ന് ഏത് ക്വാളിറ്റി കാണിച്ചു, ഈ ക്വാളിറ്റികൾ ഒരുമിച്ച് ചേർക്കാമെങ്കിൽ റെജിയെ കിട്ടും. ഇതുപോലെ ഒരു വിശ്വാസവീരൻ്റെ ലക്ഷണങ്ങൾ അനേക വിശ്വാസവീരന്മാരുടെ ചരിത്രത്തിലൂടെ 11-ാം അധ്യായം എടുത്തു കാണിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെല്ലാം കൂടെ ചേർത്താൽ ഒരു വിശ്വാസവീരൻ. ആരാണ് വിശ്വാസവീരനാകേണ്ടത്? ആരുടെ മുമ്പിൽ വിളിയുണ്ടോ? മറ്റോ വിശ്വസിച്ചു പോലും അവിശ്വസിച്ചു പോലും ആർക്കെന്ത് നഷ്ടം? എനിക്കൊരു നഷ്ടമില്ല. ഇപ്രാവശ്യത്തെ ഡിഗ്രി പരീക്ഷയിൽ 1000 പിള്ളേർ മാർക്ക് വാങ്ങിച്ചു. എനിക്കെന്ത് നഷ്ടം? എനിക്കെന്ത് ലാഭം? എൻ്റെ പള്ളിയിലെ പിള്ളേർക്ക് എന്നെ കിട്ടിയെന്നല്ലേ എനിക്കറിയണ്ടേ? എൻ്റെ മോൻ എന്നെ കിട്ടിയെന്ന് എനിക്കറിയണ്ടേ? മറ്റവൻ എന്നെ കിട്ടിയെന്നുള്ളത് എനിക്കറിയണ്ട. ആർക്കെന്ത് ലക്ഷണം ഉണ്ടെങ്കിലും അത് ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിൻ്റെ വിശ്വാസവീരന് ഏതെല്ലാം ലക്ഷണങ്ങൾ വേണം? ഇതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹത്തെ ഇങ്ങോട്ട് വിളിച്ചു നിർത്തിയേച്ച് പറഞ്ഞു, ഇവരിൽ നിന്ന് നിങ്ങൾ ലക്ഷണങ്ങൾ കണ്ടോണം, എന്നിട്ട് ക്രിസ്തുവിനെ നോയിക്കോണം. ഓട്ടം അങ്ങോട്ടാ, ലക്ഷണങ്ങൾ ഇവരിൽ കണ്ടോണം. ഈ ഭക്തന്മാർക്ക് ആ ലക്ഷണം പകർത്താൻ കഴിഞ്ഞെങ്കിൽ മോനെ നിനക്കും കഴിയും. ഞങ്ങൾ പറയാറുണ്ടല്ലോടാ, ഇന്നാർക്ക് ജയിക്കാമെങ്കിൽ നിനക്കും ജയിക്കാം, ഇന്നയാളിന് ഓടാമെങ്കിൽ നിനക്കും ഓടാം. ഈ ആശയം അത്രയും അകത്ത് കിട്ടിയെങ്കിൽ നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് പോകാം.
വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതോടെ നിൽക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പറയത്തില്ല. വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റഫ് എന്നാണ്, ഇതൊരു വസ്തുവാണെന്നാണ്. നമ്മളെയൊക്കെ അഭിപ്രായത്തിൽ വിശ്വാസം എന്നുള്ളത് ഒരു സങ്കല്പമാണ്, വിശ്വാസം എന്നുള്ളത് ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ വിശ്വാസം എന്നുള്ളത് ഏതാണ്ട് ഒരു എക്സ്പീരിയൻസാണ്, ഒരു അനുഭവമാണ്. പക്ഷെ വിശ്വാസം എന്നുള്ളതിനെ ഇവിടെ പറയുന്ന അല്ല, ഇതൊരു ഘനീഭവിച്ച വസ്തുവാണെന്നാണ്. വിശ്വാസം എന്നതൊരു വസ്തുവാണ്. നൗ ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്. ഈ ആശയത്തിൽ ആരെങ്കിലും ഇത് എടുത്തിട്ടുണ്ടോ? വിശ്വാസം ഒരു അനുഭവമല്ല, ഒരനുഭൂതിയല്ല, വിശ്വാസം എന്നുള്ളൊരു വസ്തുവാണെന്നാണ്. വിശ്വസിച്ച് വിശ്വസിച്ച് വിശ്വാസം ഘനീഭവിക്കും. ഇത് മാറാതെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വസ്തുവായി മാറും. വിശ്വസിക്കുന്ന സത്യങ്ങൾ കൺമുൻപിൽ കാണാൻ കഴിയും. നമുക്കങ്ങണ്ട് പാട്ടുണ്ടല്ലയോ, വിശ്വാസത്താൽ കൺമുൻപിൽ എന്ന പോലെ കാണുന്നു, അത് ഏതാണ്ട് വന്ന് നിൽക്കുന്നതായി കാണും. അതിനെയാണ് ഫെയ്ത്ത് എന്ന് വിളിക്കുന്നത്. വിശ്വാസത്തിന് രണ്ടളവുണ്ട്. ഒന്നിനെ ബിലീഫ് എന്ന് വിളിക്കും ഇംഗ്ലീഷിൽ. കാണാത്ത കാര്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ബിലീഫ്, അതാണ് വിശ്വാസം. പക്ഷെ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ലെവൽ ഇറ്റ് ഇസ് എ സബ്സ്റ്റൻസ്. മുന്നേ വന്ന് നിൽക്കുന്നത് കാണാം. ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇതാ സംഭവിച്ചതുപോലെ കാണുന്നു, വിശ്വസിക്കുന്ന കാര്യം ഇതാ നടക്കുന്ന പോലെ കാണുന്നു. ഇന്ന് പകൽ ചില രോഗശാന്തികൾ നടക്കുവാൻ, ഇതിനകത്ത് തന്നെയല്ല ഓൺലൈനിലുള്ളവർക്കെല്ലാം ഇന്ന് പകൽ ചില വിടുതലുകൾ നടക്കുവാൻ, ആ വിടുതലുകൾ നടന്നതായി നിങ്ങളുടെ കൺമുൻപിൽ കാണത്തക്കതുപോലെ ഹൃദയക്കണ്ണാണ് ഈ പറയുന്നത്. പുറമേയുള്ള കണ്ണല്ല, പുറമേയുള്ള കണ്ണ് അക്ഷരീകമായി നടന്നല്ലാതെ സമ്മതിക്കത്തില്ല. പക്ഷെ അകത്തെ കണ്ണുണ്ട്. ഇവൻ്റെ പോള രണ്ടെണ്ണം തന്നിട്ടുണ്ട്, ഇതങ്ങ് അടയ്ക്കുക. ഈ കണ്ണങ്ങ് അടച്ചേച്ച് അകത്തെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച എൻ്റെ ഹൃദയത്തിൻ്റെ മുമ്പിൽ, മനസ്സിൻ്റെ മുമ്പിൽ ഒരു സോളിഡ് ഐറ്റമായി വന്നാൽ അതിനെയാണ് ഫെയ്ത്ത് എന്ന് വിളിക്കുന്നത്. അതിനെയാണ് ഫെയ്ത്ത് എന്ന് വിളിക്കുന്നത്. അതേലേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്. ഇതങ്ങോട്ട് തെളിയിക്കാൻ വരിക. അതിനാലാണ് പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. മൂന്നാമത്തേത് സൃഷ്ടിയിലേക്ക് പോകുകയാണ്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ബിഗ് ബാങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ തൊട്ട് തുടങ്ങുന്ന ഭാഗം ഇതാണ്. വേദപുസ്തക പ്രകാരം ഒരുപാട് വിശദീകരണം അതിനുണ്ട്. ഞാനിന്ന് അങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ സബ്ജക്റ്റ് അതല്ല. നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ വിശ്വാസ വീരനെ എടുക്കുന്നത് കാണാം. വിശ്വാസത്താൽ ഹാബേൽ. തുടർന്ന് നമ്മൾ വിശ്വാസവീരന്മാരെ എടുക്കുമ്പോൾ എല്ലാവരുടെയും ഇനീഷ്യൽ വിശ്വാസത്താലെന്നാ. അല്ല, ഞാൻ വായിച്ചോളാം. എല്ലാവരുടെയും ഇനീഷ്യൽ വിശ്വാസത്താലെന്നാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പന് ഞങ്ങൾ 5 മക്കളാണ്. മൂത്തയാളിൻ്റെ പേര് MA ജോസഫ് എന്ന, അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ MA. രണ്ടാമത്തെ ആൾ ഒരു പെങ്ങളാണ്, MA അച്ചമ്മ, പുള്ളിക്കാരത്തിൻ്റെ ഇനീഷ്യൽ MA ആണ്. മൂന്നാമത്തവൻ ഞാനാണ്, MA വർഗീസ്. ഇനീഷ്യൽ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും MA ആണ്. ജന്മനാൽ കിട്ടിയതാണ് MA കേട്ടോ. ഇതെല്ലാം നിങ്ങളൊക്കെ പഠിച്ചെടുത്തതാണ്, എനിക്ക് ജന്മനാൽ കിട്ടിയതാണ് MA. ഇത് ഞങ്ങളുടെ ഇനീഷ്യലാണ്. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ പുള്ളികളുടെ എല്ലാ ഇനീഷ്യൽ വിശ്വാസത്താൽ ഈ കുടുംബത്തിൽ പിറന്നവർക്കായി സ്തോത്രം. ഈ കുടുംബത്തിൽ പിറന്നവർക്കായി സ്തോത്രം. ഇവർക്കും അവിശ്വാസം ഉണ്ടായിട്ടുണ്ട്, എങ്കിലും ഇവരെല്ലാം വിശ്വാസത്തിലാണ്. ഒന്ന്, വിശ്വാസത്താൽ ഹാബേൽ. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്തായിരുന്നു? ഹാബേലിൽ 1000 ക്വാളിറ്റി കാണും. ഇവിടെ അതിൽ നിന്ന് ദൈവം തിരഞ്ഞെടുക്കുന്ന ക്വാളിറ്റി എന്തുവാ? 3000 പേര് അല്ലെങ്കിൽ 5000 പേര് തിരൂർ കൺവെൻഷന് കൂടിയെങ്കിൽ അതിനകത്തുനിന്ന് ഒരുത്തനെ കാണിച്ചുകൊണ്ട് അവൻ്റെ നിറം നോക്കാൻ എന്നോട് പറഞ്ഞു. വേറൊരുത്തനെ കാണിച്ചേച്ച് അവൻ്റെ മുടി നോക്കാൻ എന്നോട് പറഞ്ഞു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നെങ്കിലേ റെജിയെ കിട്ടത്തുള്ളൂ. അപ്പം ആദ്യമേ ഒരുത്തനെ ഇങ്ങോട്ട് വിളിച്ചു, ഹാബേലിനെ വിളിച്ചേച്ചു പറഞ്ഞു, അവൻ്റെ പ്രത്യേകത ഉത്തമമായ യാഗം. ഞാൻ അവിടുന്ന് ഒന്നുകൂടെ മാറാൻ പോവാ. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഇതാണ്, ഉത്തമമായ യാഗം. അങ്ങനെയല്ല, അതിന് വ്യത്യാസം വരും. ദൈവത്തിന് കായിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഒരു കമ്പാരിഷൻ. ഈ കായിൻ്റെ യാഗം തന്നെ നല്ലതാ, കായിൻ്റേതിലും ഉത്തമമായ യാഗം. ആ ഭാഗത്തൊന്ന് നിന്നോട്ടെ. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കിങ് ജെയിംസ് വെർഷനിൽ എഴുതിയിരിക്കുന്നത് എ മോർ എക്സലൻറ്റ് സാക്രിഫൈസ്. ഇത് കോട്ടയം അക്ഷരജ്ഞാനമുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം ഈ എക്സലൻ്റ് എന്നുള്ള പദം സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ആണല്ലോ. എനിക്കറിയാം, പിന്നാണോ നിങ്ങൾക്കറിയാൻ വയ്യാതെ? നിങ്ങൾ കോട്ടയംകാരൻ. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയും കൊണ്ട് അങ്ങോട്ട് ചെന്ന തമ്പുരാൻ പറഞ്ഞ് അതങ്ങ് വെച്ചേക്കാൻ പറഞ്ഞു. നമുക്ക് സൂപ്പർലേറ്റീവ് വേണ്ട, അതിൻ്റെ അപ്പുറത്തൊന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മോനെ എങ്ങനെയുണ്ട് ആരാധന? പോയി, ഈ ആഴ്ചയിലും പോയി. എടാ കളയടാ, ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കളയടാ, നല്ലതായിരുന്നു എന്ന് പറ. എക്സലൻ്റാ, അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. എടാ കായൻ്റെ ആരാധന എക്സലൻ്റാടാ. ദിസ് ഈസ് മോർ എക്സലൻറ്റ്. ഇപ്പം ഇച്ചിരിയുടെ അർത്ഥം മനസ്സിലാവും.
രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്യുക. ഒന്ന് കായൻ്റെ ആരാധന, അത് എക്സലൻ്റാ. ഞങ്ങളോട് എൻ്റെ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സാറ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇയാളിപ്പോണ്ട പേടും കുരുടും ഒക്കെ കൊണ്ട് ദൈവത്തിന് അർപ്പിച്ചു, അതുകൊണ്ട് ദൈവം അംഗീകരിച്ചില്ലെന്ന്. എൻ്റെ പൊന്നെ, അന്ന് കേടുള്ളത് ഉണ്ടാകുകയില്ലായിരുന്നു സാറിനറിയാൻ വയ്യ. എൻ്റെ ഗുരുക്കന്മാരെക്കാൾ എന്നെ പഠിപ്പിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. എൻ്റെ സാറിനറിയാൻ വയ്യ അന്ന് പേടുണ്ടാകുകയില്ലായിരുന്നു, അന്ന് കുരുടുണ്ടാകുകയില്ലായിരുന്നു. ഭൂമി അതിൻ്റെ മുഴുവൻ വീര്യം കൊടുക്കുന്ന ഒരു സമയമാണ്. കായൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനുള്ളത് യാഗത്തിനുണ്ടെന്ന് അത് നമുക്കറിയാവുന്നത്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഹാബേൽ അതിനകത്ത് നിൽക്കാതെ സംതിങ് ബിയോണ്ട് എക്സലൻസി, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു യാഗം ദൈവത്തിന് കൊടുത്തു. ദൈവം ഒരിക്കലും വിശ്വാസ വീരനിൽ നിന്ന് സാധാരണ ആരാധന പ്രതീക്ഷിക്കുന്നില്ല. അതിനേക്കാൾ ഉത്തമമായത് എക്സലന്റിൽ നിൽക്കത്തില്ല, മോർ എക്സലന്റ്. മോനെ, വിശ്വാസികൾ ഒരുപാടുണ്ട്, ഞാൻ തപ്പുന്ന വിശ്വാസ വീരനെ. മനസ്സിലാകുന്നുണ്ടോ? കോട്ടയത്തൂന്നിലെ വിശ്വാസ വീരന്മാർ എഴുന്നേൽക്കുമോ? കോട്ടയത്തൂന്നിലെ വിശ്വാസ വീരന്മാർ എഴുന്നേൽക്കുമോ? കർത്താവിൻ്റെ ദാസൻ ഇന്ന് പ്രകൃതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മഴയുടെ ദുരിതത്തിൽ നിന്ന് വിടുവിക്കാൻ. ഞാനും പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു ദൈവമേ, നാളെ പകൽ എനിക്കൊരു വിവാഹം നടത്തണം, എല്ലാവർക്കും വരാൻ, എനിക്കും പോകാൻ. മഴയൊന്ന് ഒന്ന് 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 ക്രമീകരിച്ച് തരണേന്ന്. എനിക്കിപ്പോൾ അല്ലെങ്കിലും പോകാൻ എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാവും, പക്ഷെ ചിലർക്ക് വരാൻ ഒക്കത്തില്ല. കർത്താവേ, ഒന്ന് ക്രമീകരിക്കണേ. ഞാൻ ഒരു സംഭവം ഓർക്കുന്നുണ്ട്. ഞാൻ രാജസ്ഥാനിലുണ്ടായിരുന്നു, രാജസ്ഥാനിലെ ജോധ്പൂരിൽ തുടരുമാനമായി 7 നീണ്ട വർഷങ്ങൾ, അറൗണ്ട് 1960, 1960 ഏതാണ്ട് 7 വർഷം മഴയില്ലാതെ പോയി. ട്രെയിനിൽ വെള്ളം കൊണ്ടുവന്ന ആളുകൾക്ക് കൊടുത്തു. സാധാരണ കമ്പനികളും പട്ടാളത്തിൻ്റെ യൂണിറ്റിന് വരെ അവധി കൊടുക്കാൻ ഗവൺമെൻറ് ഓർഡറായി. കാര്യം അവിടെയും ആളുകളെ താമസിപ്പിക്കാൻ വെള്ളമില്ല, അതുകൊണ്ട് അവധി കൊടുക്കാൻ പറഞ്ഞു. സ്കെലിറ്റൻ സ്ട്രെങ്ത് മാത്രം ഇട്ടുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അവധി കൊടുക്കണം. അന്ന് മല്ലപ്പള്ളിക്കാരൻ ഒരു കലക്ടർ അവിടെ ഇരിക്കുന്നത്, അദ്ദേഹം മല്ലപ്പള്ളിക്കാരൻ കലക്ടർ ഒരു ഓർഡർ ഇട്ടു, ഒരു വിവാഹം നടക്കണമെങ്കിൽ കലക്ടറുടെ പെർമിഷൻ വേണം എന്ന് പറഞ്ഞാൽ എത്ര പേര് കൂടും? 20 കൂടുതൽ അദ്ദേഹം അനുവദിക്കത്തില്ല. 20 പേർക്കുള്ള വെള്ളം റേഷൻ അനുവദിക്കും, അതിൽ കൂടുതൽ കൊടുക്കുകയില്ല. ഒരു ഫംഗ്ഷനും അനുവദിക്കില്ല. ഇതുപോലെയൊക്കെ എങ്ങായി. അന്നാണ് നമ്മുടെ കൊറത്തിയാടുകാരൻ പാസ്റ്റർ KV ഫിലിപ്പ് കളക്ടറെ അപ്രോച്ച് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, സാറേ, എനിക്കൊരു കൺവെൻഷൻ നടത്തണം, 200 പേര് കൂടും, സാറ് ലൈസൻസ് തരണം, മഴവെള്ളം പിടിച്ച് കൺവെൻഷൻ നടത്തിക്കോളാം. ഞാൻ കണ്ടേച്ച് പറയുക. കളക്ടർ അവിടെ നിന്ന് ആവപ്പാടെ കളിയാക്കി വിട്ടു. മല്ലപ്പള്ളിക്കാരനായതുകൊണ്ട് ഇങ്ങേര് കുറത്തിയാടുകാരനുണ്ട്, ഇറങ്ങടാന്ന് പറഞ്ഞ് ഓടിച്ചില്ല. ആ മലയാളി എന്നുള്ള സ്നേഹത്തിൽ കളിയാക്കി വിട്ട്, പാതിരി എന്നതാ പറയുന്നേ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. പുള്ളി പറഞ്ഞു, സാർ, എനിക്കൊരു പ്രൊവിഷണൽ സാങ്ഷൻ താ, മഴ പെയ്തില്ലെങ്കിൽ എനിക്ക് കൺവെൻഷൻ വേണ്ട, ക്യാൻസലാവും. മഴ പെയ്ത് വെള്ളം പിടിച്ചാലോ? പുള്ളി പറഞ്ഞോടാ, ഇത് ഒരു ചലഞ്ചാണ്, മറ്റേതും ക്രിസ്ത്യൻ പേരാ, ഇതൊരു ചലഞ്ചാണ്. അദ്ദേഹം സാങ്ഷൻ എഴുതി, സാങ്ഷൻ കൊടുത്തിരിക്കുന്നു, പന്തലിട്ടു. പക്ഷേ മഴ പെയ്തില്ലെങ്കിൽ കൺവെൻഷൻ നടക്കത്തില്ല, ആളുകൾക്ക് ഒരുമിച്ച് കൂടാനൊക്കത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. കൺവെൻഷന് 3 ദിവസം മുമ്പേ മഴ പെയ്തു. മഴവെള്ളം പിടിച്ച് KV ഫിലിപ്പ് കൺവെൻഷൻ നടത്തി. മഴവെള്ളം പിടിച്ച് ഞാൻ കണ്ടതാ. അന്ന് പാസ്റ്റർ MK ചാക്കോച്ചനാണ് പ്രസംഗിക്കാൻ വരുന്നത്. ആദ്യത്തെ സെക്ഷനിൽ പ്രാർത്ഥിച്ച് മഴ പെയ്യിച്ചതാ. പക്ഷെ കൺവെൻഷന് ഡെറി ഇടാൻ അങ്ങോട്ട് ചെന്നപ്പോൾ മഴക്കാറ്. 3 ദിവസം കണ്ടിന്യൂസ് ആയി മഴ ഉണ്ടായിരുന്നു. ഡെറി ഇടാൻ അങ്ങോട്ട് ചെന്നപ്പോൾ മഴക്കാറ്. ഞങ്ങളാകെ അങ്ങ് വിഷമിച്ച്, പ്രാർത്ഥിച്ച് വേയിച്ച മഴയാണ്. ഇതെങ്ങനെ മാറ്റി നിർത്തും? ആര് പറഞ്ഞാലും നിൽക്കുകയില്ല. പാസ്റ്റർ MK ചാക്കോച്ചൻ വന്ന് പറഞ്ഞ പദം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പച്ചൻ്റെ നല്ല പാഴ്സി കലർന്ന ഹിന്ദിയാ, ഉറുദുവാ, എനിക്ക് അത്രയും പറയാൻ അറിയാൻ വയ്യ. അതിൻ്റെ അർത്ഥം ഇതാ, എടാ പിള്ളേരെ, ഡെറി വിരിയടാ, മഴ ഞാൻ നോക്കിക്കോളാം. എടാ പിള്ളേരെ, ഡെറി വിരിയടാ. ഞങ്ങൾ 3-4 പേരാണ് വിളിക്കുന്നത്. ഞാനുണ്ട്, ഈ കോട്ടയം സ്വദേശി ഒരു ബ്രദർ ബാബു മാത്യു ഉണ്ട്. ഇവിടെ കാണാൻ ബാബു മാത്യുവിനെ അറിയുന്നവരുണ്ട്, ദയവായിട്ട് എന്നെ ഒന്ന് കണക്ട് ചെയ്യണം. ഒന്നുകൂടെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഞാനുണ്ട്, ഒരു ബാബു മാത്യു ഉണ്ട്. അന്ന് ഞങ്ങളൊക്കെ ഈ ഡെറി വിരിക്കാമെന്ന് നിൽക്കുന്നവരുടെ കൂട്ടത്തിലാ. എടാ പിള്ളേരെ, ഡെറി വിരിയടാ, മഴയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. പാസ്റ്റർ MK ചാക്കോ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഡെറി വിരിച്ചു. ചാറി തുടങ്ങിയ മഴ എതിലെയോ പോയി. അപ്പച്ചൻ കൺവെൻഷൻ കഴിഞ്ഞേച്ചു പറഞ്ഞു, 9 മണിക്ക് കൺവെൻഷൻ നിർത്തും. എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നമൊന്നുമല്ല. അപ്പച്ചൻ പറഞ്ഞു, 9 മണിക്ക് കൺവെൻഷൻ ആശീർവാദം പറഞ്ഞിരിക്കും, 9:30 മുമ്പേ എല്ലാവരും വീട്ടിൽ പോക്കണം, നാളത്തേക്കുള്ള വെള്ളം പിടിക്കാൻ മഴയുണ്ട്. മനസ്സിലായോ? കൺട്രോൾ. പാസ്റ്റർ MK ചാക്കോച്ചൻ തിരുവല്ലക്കാരനാ. കറ്റോടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. കർത്താവേ, ഒരു കറ്റോടുകാരൻ അപ്പച്ചനെ സ്വർഗത്തിന് ഉപയോഗിക്കാമെങ്കിൽ
ഞങ്ങളിൽ നിന്ന് എന്തുകൊണ്ടൊരു വിശ്വാസവീരനെ പറ്റുകയില്ല? ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാകുന്നതിന് മുന്നമേ അപ്പച്ചന് പാകിസ്ഥാനിൽ സഭകളുണ്ടായിരുന്നു. ലാഹോറിൽ 7 സഭകളുണ്ടായിരുന്നു. കർത്താവേ, കച്ചവടക്കാരൻ ഒരാളിനെ ആ തലമുറയിൽ നിന്ന് അങ്ങനെ ഉപയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് അടുത്തൊരു വിശ്വാസവീരനെ ഇതിനകത്തൊന്ന് എഴുന്നേൽപ്പിച്ചുകൂടാ? ദൈവത്തോട് ചോദിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ വിശ്വാസയുടെ കാര്യമല്ല പറയുന്നത്, വിശ്വാസവീരൻ. എ മോർ എക്സലന്റ് സാക്രിഫൈസ്. എക്സലന്റ് മാറ്റിവെക്കടാ. വിശ്വാസ വീരന്മാരാകണമെങ്കിൽ അവരുടെ സാക്രിഫൈസ് ലെവൽ, ആരാധന ലെവൽ മേളിലാ. മോർ എക്സലന്റ് സാക്രിഫൈസ്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെ ഈ തിരുവല്ല, കോട്ടയം ഏരിയയിലൊക്കെയുള്ള സ്കൂളുകളിലെല്ലാം രാവിലെ സാറ് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമായിരുന്നു. ക്ലാസ്സിൽ സാറ് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സാറിന് വന്ദനം എന്ന് കൈകൂപ്പിക്കൊണ്ട് പറയണമായിരുന്നു. ഇപ്പോഴും പല സ്കൂളുകളിലും ഗുഡ് മോർണിംഗ് എങ്കിലും പറയാറുണ്ട്. അപ്പോൾ ആർക്കും ഒരു വിരോധവും ഇല്ല. സാറ് വരുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറയും. സാറിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, സാറിന് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തല്ലുകൊണ്ടേച്ച് കരഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഇന്നലെ തല്ലിയൻ്റെ വേദന മാറിയില്ല, എന്നാലും എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയും. ഞങ്ങൾ ഒത്തിരി കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ട്. കോടതികളിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. കോടതിയിൽ ജഡ്ജ് വരുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന റൂള് ഇന്നും അങ്ങനെ. ഞങ്ങളൊക്കെ തന്നെ സന്തോഷത്തോടെ എഴുന്നേക്കുന്നറിയാമോ? മൊബൈൽ ഫോൺ അവിടെ എങ്ങും കയറ്റത്തില്ല. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചേക്കണില്ല, പിടിച്ച് പറിച്ചുകൊണ്ട് പോകും. ഇവന് പണിഷ്മെൻറ്റും കിട്ടും. അപ്പം ജഡ്ജ് വരുന്നതിന് മുമ്പ് എല്ലാവരും മൊബൈലും ഓഫ് ചെയ്ത് വെച്ച് അദ്ദേഹം വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ഒരു ശല്യവും ഇല്ല. പക്ഷെ ആരാധിക്കാൻ വരുമ്പോൾ അവൻ്റെ പ്രാകാരത്തിൽ സ്തുതിയോടും തിരുസന്നിധിയിൽ നൃത്തത്തോടും വരട്ടെന്നാണ് എന്നാണ്ടൊരു പ്രയാസം പോലെ, ഏതാണ്ടൊരു പ്രയാസം പോലെ. മോനെ, എക്സലന്റ് വർഷിപ്പ് കൊണ്ട് രക്ഷപ്പെടത്തില്ല. വിശ്വാസ വീരനാകണോ? മോർ എക്സലന്റ്. അത്രയും വിശദീകരിക്കാൻ ഇപ്പം പറ്റത്തുള്ളൂ. ഞാൻ ഒക്കെ അന്ന് തിരിച്ചു വരാം. നോക്കട്ടെ നമ്മുടെ സമയത്തിൻ്റെ. എ മോർ എക്സലന്റ് സാക്രിഫൈസ്. 1-ാം ലക്ഷണം അതാ. ദൈവം അവൻ്റെ ആരാധനയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ദൈവം വല്ലപ്പോഴും ഒരു എക്സാമ്പിൾ പറയണമെന്ന് ദൈവത്തിന് തോന്നിയാൽ പറയുമുണ്ട് ഹാബേലിൻ്റെ ആരാധന. പറഞ്ഞതില്ലയോ? പറഞ്ഞതാ. മോനെ, ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്നതാ. ഹാബേലിൻ്റെ രക്തം. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ വിയർപ്പും നിങ്ങളുടെ സമർപ്പണവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തതും ദൈവത്തിന് വേണ്ടി കൊടുത്തതും, ഇതിനെല്ലാം പിശാച് ചോദ്യം ചെയ്യും. ചെയ്യരുതെന്ന് പിശാച് പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ നിങ്ങൾ ചെയ്തത് സ്വർഗത്തിൽ കണക്കാ. എവിടെയായിരുന്നു? കൊർന്നല്യോസിന്റെ ചരിത്രത്തിലാണ് പറയുന്നത്. ഇറ്റ് ബിക്കെയിം ആസ് എ മെമ്മോറിയൽ ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ഓർത്തു എന്ന് പറയുന്ന ഭാഗമാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇറ്റ് ബിക്കെയിം എ മെമ്മോറി, യുവർ ആംസ് ബിക്കെയിം എ മെമ്മോറിയൽ ബിഫോർ ഗോഡ്. നീ കൊടുത്ത ദാനങ്ങൾ ദൈവസന്നിധിയിൽ ഒരു മെമ്മോറിയൽ കെട്ടിടം പോലും വന്ന് ഇരിക്കുക, പോകാതെ. ഹാബേൽ സാക്ഷ്യം പറയുക. ഇതിൽ നടന്നു പോകുന്നവർ പറയും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ചെന്ന് ഇങ്ങോട്ട് തിരിയണം, അല്ലെങ്കിൽ തിരുനക്കര മൈതാനത്ത് ചെന്ന് അങ്ങോട്ട് തിരിയണം. ലാൻഡ്മാർക്കുകൾ വെക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം പറയും ഹാബേൽ ആരാധിച്ച ശൈലി. മനസ്സിലാകുന്നുണ്ടോ? ഹാബേൽ ആരാധിച്ച ശൈലി സ്വർഗത്തിൽ. അതാ എബ്രായ ലേഖനത്തിൽ കൊണ്ടുവരുന്നത് എ മോർ എക്സലന്റ് സാക്രിഫൈസ്. എനിക്ക് ഹാബേലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ പറയാൻ അറിയാം. അതെല്ലാം കൂടി ഇവിടെ ഇപ്പം വിളമ്പാൻ ഒക്കത്തില്ല. എ മോർ എക്സലന്റ് സാക്രിഫൈസ്. അത് ദൈവസന്നിധിയിൽ നിൽക്കുക. 5-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാനോക്ക് 1-ാമത്തെ സാക്ഷി വീണ്ടെടുത്തു. ഞാൻ റെജിയെ കണ്ടുപിടിക്കാൻ പോകാണ്. മുടിയുടെ നിറം, മുടിയുടെ ശൈലി കണ്ടു. അതേ ശൈലി ഞാൻ ഒരുത്തരിൽ കണ്ടു. ഇനി നോക്കുന്നത് നിറവും നീളവുമാണ്. ആ കണ്ട നിറവും ആ കണ്ടവൻ്റെ നീളവുമാണോ ഈ റെജിക്ക്, ഈ മനുഷ്യന്? ആണെങ്കിലേ ഇത് റെജിയാകത്തുള്ളൂ. എനിക്ക് വിശ്വാസവീരനെ കണ്ടുപിടിക്കണം. 2-ാം ഭാഗത്തോട്ട് മാറുകയാണ്. ഹാബേലിനെ കഴിഞ്ഞു. വിശ്വാസത്താൽ ഹാനോക്കിൻ്റെ പ്രത്യേകത 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു. ഹാബേലിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ചിലത് പറയുന്നേ കൊള്ളാം. ചരിത്രപ്രകാരം അക്ഷരമാല ദൈവത്തിങ്കിൽ നിന്ന് നേരിട്ട് വാങ്ങി മനുഷ്യന് കൊടുക്കുന്ന ഹാബേല. അക്ഷരമാല ഞങ്ങൾ കൊണ്ടുവന്നു ഒരു സംസ്കാരത്തിലും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അക്ഷരമാല ഞങ്ങൾ കൊണ്ടുവന്നു ഒരു മതവും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരു എഴുത്തച്ഛനും പറഞ്ഞിട്ടില്ല. ആദ്യത്തെ അക്ഷരമാല ആദ്യം കൊണ്ടുവരുന്നത് ഹാനോക്കാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതുന്നത്. ഹാനോക്കാണ് ആദ്യമ ചരിത്രങ്ങൾ മൊത്തം വ്യക്തമാക്കുന്നത്. എനിക്ക് ഹാനോക്കിൻ്റെ എഴുത്തുകൾ ഈ ദിവസങ്ങളിൽ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഒരു വിശ്വാസ വീരൻ വളരണമെങ്കിൽ ഹാനോക്കിൻ്റെ എഴുത്തുകൾ കാണാൻ ഒക്കത്തില്ല.
ഞാൻ എളുപ്പം ഒന്ന് തൊട്ടോട്ടെ, എളുപ്പം 10 മിനിറ്റ് അത് എടുക്കുകയില്ല, 10 മിനിറ്റ് എടുക്കുകയില്ല, അതിന് മുമ്പേ ഞാൻ നിർത്തിക്കോളാം. ആക്ച്വലി ഒരാഴ്ച കൊണ്ട് കിട്ടേണ്ട വിശദീകരണമാണ് ഞാൻ ഈ പറയാൻ വരുന്നത്. ദൈവം ആദം ഹവ്വമാരെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു പ്രയോജനപ്പെടുന്ന ഒരു വശം കൂടി ചേർത്ത് പറയാം, പ്രയോജനപ്പെടുന്ന ഒരു വശം കൂടെ ചേർത്ത് പറയാം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ ദൈവകൃപ അനുഭവിച്ച പെൺകുട്ടികൾ ചിലര് മാതാപിതാക്കളുടെ നിർബന്ധത്താലോ വീണുപോയതിനാലോ പിന്നെ ഒരു അവിശ്വാസിയുമായി പോയി ഇണയില്ലാപ്പിണ കൂടി ബന്ധം കൂടിയ വിവാഹങ്ങൾ പലത് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം സത്യം സത്യം, അതിനകത്ത് ആത്മാർത്ഥമായി എന്നോട് അടുത്ത് സംസാരിച്ചവരിൽ നിന്ന് അറിഞ്ഞത് ഒരെണ്ണം സമാധാനമായി ജീവിക്കുന്നതില്ല. ഒരെണ്ണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ അനുഭവിച്ച ശേഷം മാതാപിതാക്കളുടെ നിർബന്ധത്താലോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ വീണുപോയതിനാലോ ഒരവിശ്വാസിയോട് ചേർന്ന് ഇണയില്ല പിണ ചേർന്ന് വിവാഹം കഴിച്ച കുഞ്ഞുങ്ങൾ. മറക്കണ്ട, എൻ്റെ ചർച്ചിൽ ഇന്ന് 22,000-ഓളം വിശ്വാസികളുണ്ട്. മിക്കവാറും എല്ലാം ചെറുപ്പക്കാരാ. 22,000 വിശ്വാസികൾ ചർച്ചിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് പോയവർ 44,000 ഉണ്ടെന്ന് മറക്കണ്ട. 10,60,000-ത്തിലധികം വിശ്വാസികളെ നേരിട്ട് പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, തമാശ അല്ല. ഒരെണ്ണം പിന്മാറ്റത്തിൽ പോയി വിവാഹം കഴിഞ്ഞത്, ഒരെണ്ണം സ്വസ്ഥമായി ജീവിക്കുന്നില്ല. ഞാൻ ചില എക്സ്ട്രീം കേസസ് പറയാൻ പോവുക, എന്നോട് ക്ഷമിക്കണം. ഞാൻ വേണേൽ നിങ്ങളുടെ മുഖത്തോട്ട് നോക്കാതെ കണ്ണടച്ചുകൊണ്ട് പറയാം. ചില മിനിറ്റുകളിൽ രക്ഷിക്കപ്പെട്ട് നക്ഷത്രം പോലെ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന 2-3 കുഞ്ഞുങ്ങൾ, നക്ഷത്രങ്ങൾ പോലെ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന 2-3 കുഞ്ഞുങ്ങൾ, ദർശനങ്ങളും വെളിപ്പാടുകളും അങ്ങനെയുള്ള വലിയ ദൈവകൃപ പ്രാപിച്ചവർ, ഒരെണ്ണം ജീവിതത്തിൽ വീണ് ഒരു പയ്യനെ സ്നേഹമാണെന്നും പറഞ്ഞ് അങ്ങനെ, വേറൊന്ന് മുറച്ചെറുക്കനാണ് അതുകൊണ്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞ് അങ്ങനെ, മൂന്നാമതൊരെണ്ണം മാതാപിതാക്കളുടെ നിർബന്ധം, മുറയുമല്ല ഒന്നുമല്ല എനിക്ക് ഇഷ്ടപ്പെട്ടതുമല്ല, പക്ഷെങ്കിൽ ഇതല്ലാതെ പറ്റുകയില്ലെന്ന് പറഞ്ഞ 3 എണ്ണത്തെ ഞാൻ വ്യക്തമായി ഓർക്കുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞ് പാസ്റ്ററെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഒന്നും പ്രാർത്ഥിക്കാനില്ല, വിജയിക്കത്തില്ല, ഒന്നും പ്രാർത്ഥിക്കാനില്ല. നീ ജീവപര്യന്തം അവിവാഹിതയായി തുടരുമെങ്കിൽ നന്നായിരിക്കും. ഈ 3 പേര് പറഞ്ഞത് ഒരേ പദമായിരുന്നു. കുടുംബജീവിതം താറുമാറായി. വെറും 2 വർഷം 3 വർഷം കഴിയുമ്പം ഒറ്റ ദിവസം എനിക്കും എൻ്റെ ഭർത്താവിനും കൂടെ യോഗ്യമായി നിൽക്കാനൊക്കത്തില്ല. ഭർത്താവിന് എൻ്റെ ശരീരത്തെ തൊടാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ വ്യാപരിക്കുന്ന ദൈവകൃപയാണ്. എൻ്റെ ഈ അനുഭവം നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞാൽ പബ്ലിക്ക് പറയാൻ കൊള്ളുന്നതല്ല, പക്ഷെ സത്യമാണ്. അകത്തുനിന്ന് ചാടാതിരിക്കാൻ വേണ്ടി പറയുക. ഭർത്താവിന് എൻ്റെ ശരീരത്തെ തൊടാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയാ, മറ്റവൻ്റെ അകത്തെ ചെകുത്താനാ. ഇത് രണ്ടും കൂടെ പോവുകയില്ല. ഇതെല്ലാം തകരുന്നത് കാണാം. ഞാനങ്ങ് പറഞ്ഞു മടങ്ങി വരട്ടെ. ഇതെല്ലാം ഹാനോക്കിൻ്റെ പുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. ഹാനോക്കിൻ്റെ പുസ്തകപ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആദമും ഹവ്വയും പാപം ചെയ്തെങ്കിലും അവരെ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. മനുഷ്യൻ്റെ അംഗസംഖ്യ പെരുകി തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലും അതുണ്ട്. വീണുപോയ ദൂതന്മാർക്ക് മനുഷ്യ പെൺകുട്ടികളെ വിവാഹം കഴിക്കണമെന്ന് പക്ഷെ തൊടാൻ പറ്റുകയില്ല. കാര്യം ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വരൂപവും തൊടാൻ പറ്റത്തില്ല. അവർ മാറി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ പിള്ളേരെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും മാറ്റിയെങ്കിൽ മാത്രമേ ഇവരെ വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് കണ്ട സാത്താൻ പല മെത്തേഡുകൾ നോക്കി. ഏതാണ്ട് 400-450 പേജാണ് ഇതിനെക്കുറിച്ചുള്ള എഴുത്ത്. ഞാൻ അതുകൊണ്ട് അങ്ങ് ചുരുക്കി അങ്ങോട്ട് വന്നേക്കാം. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഈ പിള്ളേരെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും മാറ്റേണ്ടതിനായി നമ്പർ 1 അവരുടെ ചുണ്ടയിലോട്ട് ചായം തേച്ചു. നിങ്ങളിതിനെ ലിപ്സ്റ്റിക് എന്ന് വിളിക്കുമായിരിക്കും, തേച്ചത് മറ്റവനാ. തുടക്കം അവിടാ. ചുണ്ടയിലോട്ട് ചായം തേച്ചു. അത് കഴിഞ്ഞപ്പോൾ 10 വിരലുകളിൽ ചായം തേച്ചു. അത് കഴിഞ്ഞപ്പോൾ കൈയുടെ വെള്ളയ്ക്ക് ടാറ്റു അടിച്ചു, ഡൈ ചെയ്തു. കാലിൻ്റെ വെള്ള ഡൈ ചെയ്തു. മുടി ഡൈ ചെയ്തു, ഹെയർ സ്റ്റൈൽ മാറ്റി. അതോടുകൂടി അടുത്ത പൈശാചിക സംഘം ഇറങ്ങി തൻ്റെ പുരിയം പറിക്കാൻ തുടങ്ങി. പുരിയത്തിൽ മഷി തേച്ചു, ശരീരത്ത് അതുവിധമൊക്കെ ചെയ്തു. അതോടുകൂടെ മനുഷ്യ പെമ്പിള്ളേരോട് വീണുപോയ ദൂതന്മാർക്ക് അടുക്കാമെന്നായി. എന്നിട്ടും അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഹാനോക്കിൻ്റെ ചരിത്രത്തിലോട്ട് പോകുക. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നെങ്കിൽ കുറച്ചുനാൾ സ്വോത്രം പറയിച്ച് മറുഭാഷ പറഞ്ഞ് പോരുന്നൊന്നും അല്ല. അങ്ങനെ കാര്യം എഴുതി വെച്ചു. അടുത്ത പടി അവരെ ആഭരണങ്ങൾ ധരിപ്പിച്ചു. ദൈവം ഉണ്ടാക്കുമ്പോൾ ഒന്നിനും ആഭരണമില്ല.
ഇത് കഴിഞ്ഞ് അവരെ നൃത്തം ചെയ്യാൻ പഠിപ്പിച്ചു. നൃത്തം ചെയ്ത കൂട്ടത്തിൽ ആഭരണങ്ങൾ ശരീരത്തിൽ നിന്ന് തെറിച്ചു പോയതോടെ അത് ഉറപ്പിക്കാൻ എന്ന ഭാവേന ചെവിയെ കിഴുത്തയിട്ടു, മൂക്കെ കിഴുത്തയിട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും നഷ്ടമായി വീണുപോയ ദൂതന്മാർ മനുഷ്യ പെൺപിള്ളേരെ കല്യാണം കഴിച്ചു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, രഹസ്യങ്ങൾ ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിച്ചു. ഇന്ന് നിങ്ങൾക്കും പകർന്നു തരേണ്ടതിന് ഒരളവിൽ തന്നു. ഞാൻ അവിടെ കൊണ്ട് നിർത്തുക. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ ഇതുകൊണ്ടാണ് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു, ഭൂലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ വ്യക്തി ജോൺ വെസ്ലിയാണ്. ജോൺ വെസ്ലി എന്ന് പറയുന്നത് മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനാണ്. അദ്ദേഹം സ്നാനപ്പെടുത്തിയ വ്യക്തികൾ 17 ലക്ഷം. UK ഗവൺമെൻറ്റിൻ്റെ സാക്ഷ്യമുണ്ടതിന്. 17 ലക്ഷം ആളുകളെ സ്നാനപ്പെടുത്തിയതായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ലെവൽ, ഒരു മോതിരമിട്ടവനോ, ഒരു വളയിട്ടതോ, ശരീരത്തിൽ പൊട്ടു തൊട്ടതോ, കണ്ണെഴുതിയതോ, എന്തെങ്കിലും ഒരു മാർക്കുള്ളവൻ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ വാങ്ങിയില്ല. നിന്റെ മേൽ കാണുന്ന സ്വരൂപവും മേലെഴുത്തും ആരുടേത്? പോയി നിന്റെ ആളിന് കൂടെ എനിക്ക് വേണ്ട, ഞാൻ ദൈവത്തിൻ്റെ വകയാ. ഒരുപാട് ഇനി താഴോട്ട് ഇറങ്ങി വരിക ഞാൻ കേട്ടോ, ഒത്തിരി താഴോട്ടിറങ്ങി വരിക. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടക്കുന്നത് എങ്ങനെ? അതിനനുസരിച്ച് വീരത്വത്തിലേക്ക് മാറും. അദ്ദേഹത്തിൻ്റെ വേർപാട് അതായിരുന്നു. അതുകൊണ്ടാണ് 17 ലക്ഷത്തെ സ്നാനപ്പെടുത്തിയത്. എമ്മേവരീസിനെ കൊണ്ട് ഒത്തിട്ടില്ല. എൻ്റെ അടുത്ത് ആര് തന്നാലും ഞാൻ വാങ്ങിച്ചു തിന്നും. അതിനകത്ത് ഞാനൊരു തെറ്റും കണ്ടില്ല. അപ്പോൾ തമ്പുരാനും പറഞ്ഞ് നിന്നെ ഇത്തരത്തിനെ കൊള്ളുകൊള്ളു, വീരനൊക്കെ അവിടെ ഇരിക്കട്ടാ. ഒരിക്കലേ വലിയ പ്രഭുവായ ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു. നിങ്ങൾ എത്ര പേര് ഇത് അംഗീകരിക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ. ഭയങ്കര പ്രഭുവായ ഒരാൾ ബാംഗ്ലൂരിൽ എൻ്റെ വീട്ടിൽ വന്നെൻ്റെ ഭാര്യയോട് പറഞ്ഞു, കുഞ്ഞെ എളുപ്പം പച്ചരി ഉണ്ടെങ്കിൽ എളുപ്പം ഒരിച്ചിരി അരി എടുത്ത് അടുപ്പയിലോട്ടിട്ട് ഒന്ന് വേവിക്കട്ടെ. ഇയാളൊരു പ്രഭുവാ, എനിക്കൊരിച്ചിരി കഞ്ഞിയോ വല്ല എളുപ്പം ഉണ്ടാക്കിത്താ. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അച്ചായന് ഒരു നേരത്തെ ആഹാരം തരാൻ ഇവിടെ നോക്കത്തില്ല, നമുക്ക് അടുത്ത ഹോട്ടലിലോട്ട് പോകാം. ഇവിടെ അതിന് തക്ക ഒരു ക്രമീകരണമില്ല. അച്ചായന് നേരത്തെ അറിഞ്ഞായിരുന്നു ഞാൻ ചെയ്തു വെച്ചേനെ. അച്ചായന് തരാനോടൊരു ക്രമീകരണം ഇവിടില്ല, അച്ചായൻ അടുത്ത ഹോട്ടലിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, മോളെ പച്ചരി ഇരിപ്പുണ്ടോടി? ഉണ്ട് എടി, എളുപ്പം അത് അടുപ്പയിലിട്, 15 മിനിറ്റ് കൊണ്ട് തിളച്ചു വരും. ഇച്ചിരി സമ്മന്തി എന്തേലും ഉണ്ടാക്കിയാൽ മതി. then അദ്ദേഹം പറഞ്ഞില്ല, എടാ രക്ഷിക്കപ്പെടാത്തവൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരം ഞാൻ കഴിക്കുകയില്ല, ഹോട്ടലിലോട്ട് പോകത്തില്ലെന്ന്. അതാ മനുഷ്യൻ്റെ വേർപാട്. കാശ് കുറവുണ്ടായിട്ടല്ല, സാഹചര്യം കുറവുണ്ടായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി അതാ. ഞാൻ ഇച്ചിരി ഒരു സൂചന തരാം. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷൻ തിരുവല്ലയിൽ നടക്കുമ്പോൾ 3500 പേരും വീതം കൺവെൻഷന് കൂടുമ്പോൾ 6-7 വർഷം തുടർച്ചയായി കൺവെൻഷൻ വരുന്ന സകലർക്കും ബിരിയാണി കൊടുത്ത ഒരാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേരളത്തിൻ്റെ ഭാഷയിൽ പ്ലൈവുഡ് വേവിച്ചർ എന്ന് വിളിക്കുമായിരുന്നു. പ്ലൈവുഡിൻ്റെ അച്ചായൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം റബ്ബർ വേവിച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അച്ചായൻ ബാംഗ്ലൂരിലുണ്ട്, കർണാടകത്തിലുണ്ട്. കർണാടകത്തിൽ ബാംഗ്ലൂർ സിറ്റിയിലും മൈസൂർ സിറ്റിയിലും ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന ഒരു വീട് പണിയേണ്ട സ്ഥലം 30 അടിക്ക് 40 അടിയാണ്. 30 അടിക്ക് 40 അടി, അതായത് ഒരു ഏക്കറിൽ 22 വീടുകൾ വരെ പണിയണം. അതാണ് ഗവൺമെൻറ് റൂള്. അച്ചായൻ്റെ വീട് മൈസൂർ പട്ടണത്തിൻ്റെ അകത്ത് 6 ഏക്കറിലാണ്. 6 ഏക്കർ. ആ മനുഷ്യൻ്റെ വാചകമാണ്, കുഞ്ഞെ രക്ഷിക്കപ്പെടാത്തവൻ, അതിൻ്റെ കൂടെ കുറച്ചുകൂടെയൊക്കെ അദ്ദേഹം പറഞ്ഞാൽ പദം ഇവിടെ പറയാൻ കൊള്ളുകയില്ല, അവൻ ഉണ്ടാക്കിയ ആഹാരം ഞാൻ കഴിക്കത്തില്ല. നിനക്ക് ഇച്ചിരി കഞ്ഞി വെക്കാമോ? അത് മതി, എനിക്ക് വിശക്കുന്നു. ഓരോരുത്തരുടെ വേർപാടിൻ്റെ ലെവൽ വെവ്വേറെയാ. അതുകൊണ്ടാണ് എം എ വർഗീസ് വിശ്വാസിയായി നടക്കുമ്പോൾ മറ്റവൻ വിശ്വാസ വീരനായത്. എം എ വർഗീസ് വിശ്വാസിയായി നടക്കുമ്പോൾ മഴ പിടിച്ചു നിർത്തിയതും ഇത്ര മണിക്ക് മഴയുണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞതും ഒക്കെ ഞാൻ ഈ പറയുന്ന ചരിത്രം ഉണ്ടല്ലോ വിശ്വാസ വീരന്മാരുടെ. എന്നേക്കാൾ ഹാനോക്ക് 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടക്കുന്നതിൻ്റെ അടുത്ത എക്സാമ്പിൾ ഞാൻ തൊടാം. മാർക്ക് ബണ്ടെയിൻ എന്ന് പറയുന്നൊരു ദൈവദാസനെ എനിക്കറിയാം. ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. കൽക്കട്ടയിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ അന്നത്തെ പാസ്റ്ററായിരുന്നു മാർക്ക് ബണ്ടെയിൻ. ബണ്ടെയിൻ ഒരു കാനഡയിൽ ഒരു സായിപ്പായി ജനിച്ചതാണ്. ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു, അല്ല ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു. ഒരിക്കൽ ഇന്ത്യയിലെ സുവിശേഷ വേലയെക്കുറിച്ച് ഗൗരവമേറിയ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ അകത്ത് ദൈവം കൊടുത്തു.
ബണ്ടേൻ ഇന്ത്യക്ക് വരാൻ തീരുമാനിച്ചു. തൻ്റെ മാതാപിതാക്കൾ തന്നെ അനുവദിച്ചു. താൻ കാനഡയിൽ ഇരുന്നുകൊണ്ട് ബംഗാളി ഭാഷ പഠിച്ചു. കാര്യം ബംഗാളിൽ പോകാനാണ് തീരുമാനിച്ചത്. അവിടെ ഇരുന്ന് ബംഗാളി ഭാഷ പഠിച്ചു. വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ വീട്ടുകാരുടെ ഒന്നും ഇല്ല. അപ്പനാകെ പറഞ്ഞു, മോനെ, ഞാനൊരു നിധി നിനക്ക് തരാം. ഞാൻ ഉപയോഗിച്ച് പഴകിയ എൻ്റെ ബൈബിൾ, ഇതിനകത്തെല്ലാം എൻ്റെ കണ്ണുനീര് വീണ പാടുണ്ടടാ, കീറിയിട്ടില്ല. ഈ ബൈബിൾ ഞാൻ നിനക്ക് തരാം. ഞാനിത് ആർക്കും കൊടുക്കത്തില്ല, നിനക്ക് തരാം. അദ്ദേഹത്തിൻ്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞ പദം ഇത്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേട്ടതാ. മോനെ, നിനക്ക് തരാൻ സാമ്പത്തികമായി എൻ്റെ ഒന്നുമില്ലടാ. നീ വല്ലാതെ വിശന്ന് പട്ടിണിയായാൽ, എടാ, കൽക്കട്ടയിൽ ഒരുപാട് നദികളും പുഴകളും കുളങ്ങളും ഉണ്ട്, മീനുണ്ട്. മീൻ പിടിക്കാൻ ഒരു ചൂണ്ട വാങ്ങിച്ചു തരാം. അമ്മ കൊടുത്തത് യന്ത്രച്ചൂണ്ട, മറ്റേ നോർമലല്ല, ഇതുമായിട്ടാണ് വന്നത്. പാസ്റ്റർ മാർക്ക് ബണ്ടീൻ പറയുന്നത്, വിശന്ന് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ കുളങ്ങളിൽ ചൂണ്ടയിട്ട് കിട്ടിയ പച്ചമീൻ അതിനെ തല്ലിക്കൊന്ന് വെയിലത്തിട്ടൊന്ന് വാടുമ്പോൾ പറന്ന് നടക്കുന്ന ഇലകളും പറന്ന് നടക്കുന്ന തുണികളും പറന്ന് നടക്കുന്ന കടലാസ് കഷ്ണങ്ങളും വാരി കൂട്ടിയിട്ട് കത്തിച്ച് ആ സ്ത്രീക്കകത്തിട്ട് ചുട്ട് ഞാൻ തിന്നിട്ടുണ്ടെന്ന്. പക്ഷെ മാർക്ക് ബണ്ടേയിൻ്റെ പ്രത്യേകത, അദ്ദേഹം നടക്കുമ്പോഴെല്ലാം സ്തോത്രം പറഞ്ഞേ നടക്കത്തുള്ളൂ. ഞാൻ ആ ചർച്ചിൻ്റെ മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൈവത്തിന് പകരാൻ താല്പര്യമുള്ളതുകൊണ്ട് പലയിടത്തു നിന്നുള്ള പകർച്ചകൾ തന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മെമ്പറായിരുന്നു. ഒരിക്കലും പാസ്റ്ററോട് സംസാരിക്കാനൊന്നും ഒക്കത്തില്ല. ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം വാതിക്ക് നീക്കും, എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ആ ഒരു സന്ദർഭം ഒഴിച്ചാൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരു അപ്പോയിൻമെൻറ്റ് എളുപ്പമല്ല. അദ്ദേഹം പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അല്ലേ കൈ തണ്ടി ഇങ്ങനെ വെക്കും. കയ്യെ മൊത്തം തഴമ്പ ഈ പ്രൈസ് ലോഡ് പറയുന്നത്. ഒരിക്കൽ ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു, ഭാഗ്യം, പാസ്റ്ററെ ഒറ്റയ്ക്ക് കിട്ടി വർത്താനം പറയാം. ഞാൻ പുറകെ ചെന്നു, പാസ്റ്റർ പാസ്റ്റർ പ്രൈസ് ലോഡ് പാസ്റ്റർ പാസ്റ്റർ. ഇയാൾ കേൾക്കുന്ന പോലുമില്ല. പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ്. കൈ ഇങ്ങനെ പോകുന്ന കാണാൻ പുള്ളി പോകുക. ഞാൻ മുന്നേ കയറി നിന്നു. പാസ്റ്റർ അന്നേരത്തും കൈ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ ചർച്ചിലെ മെമ്പറാണ്. അങ്ങ് പോവാ പുള്ളി. തൻ്റെ മരണത്തിന് മുന്നമേ അക്കാലത്ത് സാധാരണ സഭകളിൽ 20 മെമ്പേഴ്സും 30 മെമ്പേഴ്സും ഉള്ളപ്പോൾ മാർക്ക് ബണ്ടേൻ്റെ ചർച്ചിൽ 5000. മനസ്സിലാകുന്നുണ്ടോ? 11 ഭാഷയിലെ ആരാധനയാ. അന്ന് അദ്ദേഹം അടുത്ത ചർച്ച് പണിയാൻ വേണ്ടി ഒരു ഫൗണ്ടേഷൻ ഇട്ടു. എം എ വർഗീസ് ഫൗണ്ടേഷൻ ഇടുന്നതിൽ ഞാൻ പലയിടത്തും അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഇടുമ്പോൾ അപ്പടി പാപമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ മുരടിച്ച സഭയിലെ 500 പേരെ സ്നാനപ്പെടുത്താത്ത ഈ വാട്ടികൾ മുരടിച്ച മനുഷ്യൻ അത് തെറ്റാന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്, ഒന്നുമില്ലാത്ത ഭാരതത്തിൽ വന്ന് 5000 മെമ്പേഴ്സുള്ള ചർച്ച ഉണ്ടാക്കിയ മനുഷ്യൻ ഒരു വീടിന് അടിസ്ഥാനം വിട്ടത് ഞാൻ അംഗീകരിക്കണോ അതോ ഈ മുരടം പറയുന്നത് കേൾക്കണോ? ഈ ആശയം കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? ബണ്ടേൻ്റെ പ്രത്യേകത, ദൈവത്തോടുകൂടെ നടന്നു. താൻ മരിക്കുന്നതിന് മുന്നമേ ഒരു പേരുണ്ടാക്കി. 4000 അനാഥ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി. വടക്കേ ഇന്ത്യയിലെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭകൾക്ക് കാര്യമായ ദാനധർമ്മങ്ങൾ ചെയ്തു. ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഉണക്കക്കടലസിട്ട് കത്തിച്ച് എടുത്ത മനുഷ്യനാണ് ഈ മാർക്ക് ബണ്ടേൻ. നടന്നത് ദൈവത്തോടുകൂടെയാ. ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുന്നേ കൽക്കട്ടയുടെ ഗവർണർ ഓരോ ഞായറാഴ്ചയും വൈകിട്ട് കൊയറിൻ്റെ പാട്ട് കേൾക്കാൻ പള്ളി വരുമായിരുന്നു. 17 റോയ്ഡ് സ്ട്രീറ്റിൽ 350 ബെഡുള്ള ഒരു വലിയ ഹോസ്പിറ്റലും അതിൻ്റെ സകല പരിപാടികളും അതിനോട് ചേർന്നൊരു ചർച്ചും കൂടെ പണിതു. അതിനടിത്തറയിട്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. രണ്ടാമതൊരു ഉദാഹരണം, റെയ്നാഡ് ബോംഗെ പണ്ടൊരിക്കൽ ഇന്ത്യയിൽ വന്നു. ആദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വന്നു. ഹൈദരാബാദിൽ വെച്ചായിരുന്നു മീറ്റിംഗ് നടന്നത്. നമ്മുടെ ചർച്ചിൽ നിന്ന് പലരും ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പോയി. എനിക്ക് പോകാൻ സാധിച്ചില്ല. എൻ്റെ മൂത്ത മോൻ പോയി. അവനൊന്ന് കുഞ്ഞാ, എനിക്കൊന്ന് 10-16 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. ഞാൻ കറക്റ്റ് പ്രായം ഓർക്കുന്നില്ല. അവനൊന്ന് പോയി. അവൻ ഹൈദരാബാദിൽ നിന്ന് എന്നെ വിളിച്ചു, ഡാഡി, ഇത് നടക്കുന്നത് മഹാത്ഭുതം. പിറവിക്കുരുടൻ്റെ കണ്ണു തുറക്കുന്ന ഡാഡി, വീൽ ചെയറിൽ വരുന്നവൻ എഴുന്നേക്കുന്ന ഡാഡി, എങ്ങനെങ്കിലും ഈ മനുഷ്യൻ എൻ്റെ തലയിലൊന്ന് കൈവെക്കണം ഡാഡി. അടുത്ത തലമുറയിൽ ഭാരതത്തിൽ ഈ അഭിഷേകം വേണം. എൻ്റെ തലയിൽ അദ്ദേഹം ഒന്ന് കൈവച്ച് കിട്ടണം. ഡാഡിക്ക് എന്തോ ചെയ്യാൻ ഒക്കും. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ? ഇവിടെയെങ്ങും വോളണ്ടിയേഴ്സ് അടുപ്പിക്കത്തില്ല. പോലീസിൻ്റെ ഗാർഡ്, വോളണ്ടിയേഴ്സിൻ്റെ ഗാർഡ് ബോംഗയുടെ അടുക്കാൻ ആരെയും അനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ, എൻ്റെ കേൾവി അനുസരിച്ച് ഒരു റോൺ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചതാണ് റോണ്. ഇന്ത്യനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുമ്പേ പറഞ്ഞ മാർക്ക് ബണ്ടേൻ്റെ ചർച്ചിൻ്റെ മെമ്പേഴ്സായിരുന്നു. അപ്പോൾ റോൺ ആണെങ്കിൽ അടുത്ത് എന്ന് എം എ വർഗീസിൻ്റെ മോനാണെന്നൊന്ന് പറയടാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അളിയനെ, അവൻ്റെ അമ്മാച്ചനെ എന്നേക്കാൾ കൂടുതൽ അറിയും.
അങ്ങേരുടെ നെഫ്യൂ ആണെന്ന് പറ. അത് പറഞ്ഞുകൊണ്ട് നീ ഒന്ന് ചെന്ന് നോക്ക്, ചിലപ്പം ഒത്തേലായി. തിരിച്ചെന്നെ വിളിച്ചിട്ടുണ്ട്, ഡാഡി റോൺ തന്നെയാണ്. ഞാൻ പറഞ്ഞ രക്ഷപ്പെട്ടു, നീ പോയി പറയാൻ പറഞ്ഞു. ചെന്ന് പറഞ്ഞു എം എ വർഗീസിൻ്റെ മോനാണ്, ഇങ്ങനെ ഇന്നയാളിൻ്റെ JK ജോണിൻ്റെ അനന്തരവനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ റോൺ കെട്ടി അങ്ങ് പിടിച്ചു കൊടുത്തു. മോനെ ഞാൻ എന്തോ വേണമെടാ, എന്ത് വേണം, നിന്നെ കണ്ടല്ലോ, വലിയ കാര്യം, ചായ വാങ്ങിച്ചു കൊടുക്കുന്നു, എന്തൊക്കെ കൊടുക്കുന്നു. പറഞ്ഞു പക്ഷേ എനിക്കൊരു താല്പര്യമുണ്ട്, ബോംഗെ ഒന്ന് കാണണം, അദ്ദേഹം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അയ്യോടാ, അതൊക്കെയില്ല. അങ്ങനെ ആരോടും സംസാരിക്കത്തില്ല. ഇപ്പം ഇനിയും കൺവെൻഷൻ 1 മണിക്കൂറേ ഉള്ളൂ. അദ്ദേഹം മെസ്സേജിന് കയറാൻ 1 മണിക്കൂറേ ഉള്ളൂ, കൺവെൻഷൻ തുടങ്ങാൻ 1 മണിക്കൂറേ ഉള്ളൂ. 2 മണിക്കൂറിന് മുമ്പേ മുതൽ അദ്ദേഹം സ്വന്തം ഭാര്യയോട് പോലും സംസാരിക്കത്തില്ല. മോനെ, അദ്ദേഹം നിന്നോട് വർത്താനം പറയിച്ച് പ്രസംഗിക്കാൻ കയറിയാൽ നീ പ്രാർത്ഥിക്കുന്നതിലേ ഉള്ള അയാൾ പ്രാർത്ഥിച്ചാലും. വീൽ ചെയറിൽ വന്നവൻ വീൽ ചെയറിൽ പോവും, കണ്ണ് കാണാൻ വയ്യാതെ വന്നവൻ കണ്ണ് കാണാതെ പോവും. അയാൾ ദൈവത്തോടുകൂടെ നടക്കുക. ആ നടപ്പിലെ ഈ രോഗശാന്തി നടക്കൂ. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. 300 വർഷം ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. വിശ്വാസത്താൽ, അതേ കുടുംബത്തിൻ്റെ അംഗമായി ഇനീഷ്യൽ വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. വിശ്വാസത്താൽ നോഹ, 7ാമത്തെ ആൾ നോഹയാ. മൂന്നാമത്തെ ആൾ നോഹയാ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം പറയുന്നത് പെട്ടകം തീർത്തു. 1. 2, അതുവരെ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായി. അതുവരെ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായി. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ, മരിച്ച ഒരാൾ ഉയർക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം. കാര്യം ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. സത്യമായിട്ടും ലാസറിനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്, അല്ല, കാണാത്ത കാര്യം അംഗീകരിക്കുന്നതിനെ വിശ്വാസം എന്ന് വിളിക്കുന്നത്, അതെൻ്റെ അറിവാണ്. ദൈവം ലാസറിനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നത്, യേശു ലാസറിനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നത് എൻ്റെ അറിവാണ്. എൻ്റെ അറിവിൽ നിന്ന് പറയുക. നാളെ യേശുവിൻ്റെ മടങ്ങി വരവെങ്കിൽ ആളുകൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും, അതെൻ്റെ പ്രത്യാശയാണ്. പക്ഷെ ഇപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശവപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ, ഉയർപ്പിക്കാമെന്ന് ചോദിച്ചാൽ എം എ വർഗീസ് പൂച്ചയ്ക്ക് കയറിട്ട് പോലെ പുറകോട്ട് നിൽക്കും. കാര്യം വിശ്വാസമില്ല. പണ്ട് നടന്നു എന്ന് പറയുന്നത് നമ്മുടെ അറിവാണ്. നാളെ നടക്കുമെന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയാണ്. ഇന്നെൻ്റെ കൺമുൻപിൽ കാണുമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ദാറ്റ് ഈസ് ഫെയ്ത്ത്. ബിലീഫും ഫെയ്ത്തും രണ്ടാ. ഞാൻ ഫെയ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. ചില ഫെയ്ത്തിൻ്റെ വീരന്മാർ ഇവിടുന്ന് വളരുവാൻ ഞാൻ ഫെയ്ത്തിൻ്റെ വിത്ത് വിതയ്ക്കട്ടെ. ആമേൻ. ഒരു ദിവസം നോഹയോട് പറഞ്ഞു, നോഹ മഴ പെയ്യാൻ പോവാ. നീ പോയി പ്രസംഗിക്ക്. നോഹ ഇറങ്ങി, ഞാൻ പ്രസംഗിക്കാൻ പോകാ. ഒരു ചാറ്റലേലും കാണിച്ചതാ. നോ, ഞാൻ പറയുന്നത് അംഗീകരിക്കാമെങ്കിൽ അതാടാ ഫെയ്ത്ത്. അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായി. കാണാത്തതെന്നാണ് ബൈബിൾ പറയുന്നത്, കേൾക്കാത്തതുമാ. കാര്യം അന്ന് വരെ മഴയില്ല. അന്ന് അഥവാ ഡിക്ഷണറി എഴുതിയിരുന്നെങ്കിൽ അതിനകത്ത് ഇല്ലാത്ത പദമാ മഴ. കാര്യം അന്ന് വരെ ഉണ്ടായിട്ടില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, മഴ പെയ്യാനുള്ള സാധ്യതയുമില്ല. അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ അംഗീകരിക്കുന്ന വിശ്വാസമാണ് വിശ്വാസ വീരന്റെ ലക്ഷണം. എബ്രായർ 12ഉം 11ഉം കൂടെ ചേർക്കുക. ഞാൻ വിശ്വാസവീരന്റെ ലക്ഷണം 4-5 പേരെ തൊട്ടേ ഞാൻ അങ്ങ് നിർത്തും. വിശ്വാസവീരന്റെ ലക്ഷണങ്ങൾ. ആ വിശ്വാസം എന്നിലുണ്ടോ? കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായാലും അംഗീകരിക്കുക. രോഗശാന്തി ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് രോഗി സൗഖ്യമാകുന്നത്. ഭൂതശാന്തി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഭൂതം പുറത്തു പോകുന്നു. അതും കണ്ടിട്ടില്ലാത്തൊരു ഒത്തിരിയുണ്ട്. അത് നമ്മുടെ കൂട്ടായ്മയുടെ തകരാറാണ്. നമ്മൾ ഏത് സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നോ ആ സമൂഹത്തിൻ്റെ തകരാറാണ്. ഇത് കാണാത്തത്. കാര്യം ഒരു ആവറേജ് ക്രിസ്ത്യാനി ഇതൊക്കെ കണ്ടിരിക്കണം. ആവറേജായി എല്ലായിടത്തും ഇത് നടക്കും. അത് കാണാത്ത ഒരുപാടെണ്ണം ഉണ്ട്. അവരും വിശ്വാസിയാണെന്നാണ് പറയുന്നത്. അവിടെ പറയട്ടെ, അവരതിലേ പോട്ടെ. ഇതുവരെ കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ക്യാൻസർ റിജക്ഷൻ, ഞാനൊരു ഉദാഹരണം തരിക. ക്യാൻസർ റിജക്ഷൻ. ക്യാൻസറുള്ള ഒരാൾ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ
ആ ക്യാൻസറുള്ള ഭാഗം തന്നെ പൊട്ടിത്തെറിച്ച് ക്യാൻസർ ഇജക്റ്റ് ചെയ്ത് പോയ ശേഷം ആൾ രോഗമില്ലാത്തവനായി ശേഷിക്കും. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനെയാണ് ക്യാൻസർ ഇജക്ഷൻ എന്ന് പറയുന്നത്. ക്യാൻസർ ഇജക്ഷൻ വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ ബെന്നിഹിൻ ഒരിക്കൽ മദ്രാസിൽ വരുമ്പോൾ മെറീന ബീച്ചിൽ വെച്ച് തൻ്റെ ക്രൂസൈഡ് നടക്കുമ്പോൾ, ബെന്നിഹിൻ്റെ ക്രൂസൈഡ് നടക്കുമ്പോൾ തൻ്റെ അന്ന് നടന്ന ഒരു സംഭവം, ഒരു ക്യാൻസർ രോഗി സ്റ്റേജിൽ കയറി വന്നു. ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടതാണ്. ഒരു ക്യാൻസർ പേഷ്യൻ്റ് സ്റ്റേജിൽ കയറി വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പേ ക്യാൻസർ ഇജക്ഷൻ എന്നൊരു വാക്ക് ദൈവം എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ക്യാൻസർ ഇജക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കൈനീട്ടി. ഇയാൾ സ്ലെയിൻ ചെയ്തു, നിശ്ചയമായും താഴെ വീണു. തുടർന്ന് ഞാൻ കാണുന്നത് ഇയാളിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. തൻ്റെ ശരീരത്തു നിന്ന് രക്തം തെറിക്കുന്നു. സ്റ്റേജിൽ മുഴുവനും ബ്ലഡ് കിടക്കുക, സ്റ്റേജിൽ മുഴുവനും ബ്ലഡ്. ആളുകൾ വന്ന് സ്റ്റേജ് ക്ലീൻ ചെയ്തിട്ടാണ് എന്നെ പ്രസംഗിക്കാൻ പറ്റുന്നത്. ക്യാൻസർ റിജക്റ്റ് ചെയ്യുന്നത് എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് വിശ്വസിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായാൽ, ഇതുവരെ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായാൽ അംഗീകരിക്കുന്ന വിശ്വാസം, അതാണ് നോഹയുടെ വിശ്വാസം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിതു. പാസ്റ്റർ അനി ജോർജിനോട് ഇന്നലെ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, യാതൊരു സാധ്യതയും ഇല്ലാത്ത സമയത്താണ് ഇന്ന സ്ഥലത്ത് 1 ഏക്കർ നിനക്ക് തരാൻ പോകാമെന്ന് പറഞ്ഞു. വിശ്വസിച്ച ദൈവദാസനായി സ്തോത്രം, വിശ്വസിച്ച ദൈവദാസനായി സ്തോത്രം. ഇന്ന് ഈ വിശാലതയ്ക്കകത്ത് വന്ന് നിൽക്കുവാൻ എന്നെ ക്രമീകരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. അതുവരെ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായാൽ പിന്നെ അങ്ങനെ നടക്കാൻ പോവുകയാണ്, ഞങ്ങളൊന്നും സമ്മതിക്കത്തില്ല, നമ്മൾ എന്നെ സുബോധമുള്ളവരല്ലേടാ. സുബോധം ഇല്ലടോ, അതുകൊണ്ടാ. സുബോധം ഇല്ലടോ, അതുകൊണ്ടാ. കാര്യം സുബോധം ഉള്ളവർ തേണ്ട വിശ്വാസത്താൽ അനുഭവിക്കുന്നു. എന്നോട് ഒരിക്കൽ ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ സഭയ്ക്കകത്ത് 25,000 മെമ്പേഴ്സ് കാണും. അന്ന് 22 ഉണ്ട്, 22. അന്നാ സാമച്ചൻ പറഞ്ഞു ദൂത് പറയുന്നേ, നിന്റെ സഭയ്ക്കകത്ത് 25,000 മെമ്പേഴ്സ് ക്രോസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ 44,000 അവിടുന്ന് പോയി. ഇപ്പം 22,000 അവിടെ ഉണ്ട്. അത് വിശ്വസിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഞാനും രാത്രിയിലൊക്കെ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട്. നമ്മളിൽ ഒത്തിരി പേര് ചെയ്യുന്നതാന്നു ആളുകളോട് സംസാരിക്കാൻ. രോഗികൾ സൗഖ്യമാകാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, രോഗികളെ പോലും കാണാതെ. എനിക്കറിയാം സംഭവിക്കും. അതുവരെ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായാൽ വിശ്വസിച്ചാൽ അത് അംഗീകരിക്കുക. 2, ഭയഭക്തി പൂണ്ട് പണി തുടങ്ങിയെന്ന്. ഓ ഗോഡ്, ഭയഭക്തി പൂണ്ട് പണി തുടങ്ങി. ഭയഭക്തി പൂണ്ട് പണി തുടങ്ങി. വിശ്വാസത്താൽ കേട്ട കാര്യത്തിന് വേണ്ടി ഭയത്തോടും ഭക്തിയോടും കൂടെ പണി തുടങ്ങി. ആ സ്റ്റെബിലിറ്റി ലഭിച്ചവർക്കായി സ്തോത്രം, ആ കോൺസ്റ്റൻസ് ലഭിച്ചവർക്കായി സ്തോത്രം. ഇന്ന് പകൽ ചിലതിനു വേണ്ടി പണി തുടങ്ങിയവരെ നിർത്തരുത്, നിർത്തരുത്. മുന്നോട്ട് പോകുവാൻ, കാൽച്ചുവടുകൾ മുൻപോട്ട് വെക്കാൻ ദൈവത്തിന് വിശ്വാസ വീരന്മാരെ വേണം. ദൈവത്തിന് വിശ്വാസ വീരന്മാരെ വേണം. ഒരു കൂട്ടം വിശ്വാസ വീരന്മാരെ, മറുവശം അവിശ്വാസ വീരന്മാരെ പിശാച് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് പേരുടെ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം വിശ്വാസം വളർത്തുക. വേറെ ഒരുപാട് പേരുടെ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം അവിശ്വാസം വളർത്തുക. എന്നെ അയച്ചത് ദൈവമാണ്, അതുകൊണ്ട് ഞാൻ വിശ്വാസം പ്രസംഗിക്കും. മറ്റവനെ അയച്ചത് മറ്റേ ശക്തിയാണ്, ഞാൻ പേര് പോലും പറയുന്നില്ല, അതുകൊണ്ട് അവൻ അവിശ്വാസം പ്രചരിപ്പിക്കും. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഉദാഹരണത്തിൽ സംഭവിച്ച പ്രവചനങ്ങൾ ഞാൻ ഉപയോഗിക്കും, വളർന്ന സഭകളെ ഞാൻ ഉപയോഗിക്കും, ഉയരുന്ന വിശ്വാസ ജീവിതം ഞാൻ ഘോഷിക്കും. പക്ഷെ പിശാച് പ്രസംഗിക്കുകയാണെങ്കിലോ, വീണുപോയ ശിഷ്യൻ, പൊളിഞ്ഞുപോയ സഭ, നടക്കാതെ പോയ പ്രവചനം, ഇതായിരിക്കും പൊക്കി പറയുന്നത്. കാര്യം എൻ്റെ ലക്ഷ്യം ദൈവമേൽപ്പിക്കുന്ന വിശ്വാസമാണ്. അവൻ്റെ ലക്ഷ്യം ദൈവമേൽപ്പിക്കുന്നതിനെ തകർക്കുക. ഇന്ന് പകൽ നിങ്ങൾ ഇതിൽ ഏത് വിശ്വസിക്കാൻ തയ്യാറാ? ഇന്ന് പകൽ നമ്മൾ ഇതിൽ ഏത് അംഗീകരിക്കാൻ തയ്യാറാ? വിശ്വാസത്താൽ നോഹ 3ാമത്തെ ലക്ഷണത്തിലോട്ട് കയറുക. ഞാൻ പറഞ്ഞില്ല, റെജിയുടെ മുടി ഒത്തു, നീളമൊത്തു, ഞാൻ നിറം നോക്കുക. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായി, അങ്ങ് അംഗീകരിച്ചു. നടക്കും. മഴ പെയ്തിട്ടുണ്ടോ? ഇല്ല, നടക്കും, നടക്കും. അബ്രഹാം അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ അബ്രഹാമിലോട്ട് പോകാൻ തുടങ്ങുക. അബ്രഹാം അങ്ങനെ അല്ലായിരുന്നു. 90 വയസ്സുള്ളവന് മക്കളുണ്ടായ ചരിത്രമില്ല. പക്ഷേ അബ്രഹാമിനോട് പറഞ്ഞു, നിനക്ക് കുഞ്ഞുണ്ടാകും. അബ്രഹാം പറഞ്ഞു, കുഞ്ഞുണ്ടാകും. സാറയോട് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ടാകും. അവൾ പറഞ്ഞു, കുഞ്ഞുണ്ടാകും. ഇല്ലെന്ന് ആര് പറഞ്ഞു?
ദൈവം വാക്ക് പറഞ്ഞവനെ, വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുക. ഈ പകൽ വാഗ്ദത്തം കേട്ടവരിതിനകത്തുണ്ടോ? വാഗ്ദത്തം കേട്ടവരിതിനകത്തുണ്ടോ? വിശ്വാസത്താൽ ഭയഭക്തിയോടെ ഭയഭക്തിയോടെ പ്രവർത്തനം തുടങ്ങ്. കർത്താവ് ചിലത് ചെയ്യട്ടെ. വിശ്വാസത്താലുള്ള നീതിക്ക് അംശിയായി. എനിക്ക് എളുപ്പം നിർത്തണം, അടുത്ത മിനിറ്റുകൾ കൊണ്ട് ഞാൻ നിർത്തട്ടെ. 8-ാമത്തെ വാക്യം, 4-ാമത്തെ വ്യക്തിത്വം അബ്രഹാം. പറഞ്ഞാലും തീരിയില്ല. വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്തം ലഭിച്ച നാട്ടിലേക്ക് ഇറങ്ങിത്തിരിച്ചു, ഒന്നും കാണാതെ. അബ്രഹാം എന്തൊക്കെയാണ്? പിതൃഭവനം, ചർച്ചക്കാര്, സകലതും വിട്ടു. വാക്ക് പറഞ്ഞവനെ വിശ്വസ്തനെന്ന് തന്നെ ഇറങ്ങുക. എന്തിനാ വിളിച്ചത്? ഒരു ജാതി ഉണ്ടാക്കാൻ. ഒരു ജാതി. കർത്താവ് എന്തായി പറയുന്നത്? ഞാൻ ഒരു പദം ഒന്ന് തൊടട്ടെ. മനുഷ്യന് മാനവ ചരിത്രത്തിൽ 3 പ്രത്യേക ഘട്ടങ്ങളിൽ മഹാവീഴ്ചകളുണ്ടായി. ഒന്നാമത്തേത് ആദമിൻ്റെ കാലത്ത് മഹാവീഴ്ചയുണ്ടായി. അതുകൊണ്ട് ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു, പലതും നഷ്ടപ്പെട്ടു. 2, നോഹയുടെ കാലം. സകല മാനവജാതിയും സാത്താൻ്റെ വഴിയെ പോയി. നോഹ ഒരുത്തൻ ഒഴിച്ചാൽ ബാക്കി സകല ജാതിയും മാനവവർഗവും തെറ്റി. അന്ന് ഒരു മഹാവീഴ്ച നടന്നു. മനുഷ്യൻ്റെ 2-ാമത്തെ വീഴ്ച നോഹയുടെ പതനത്തിന് ശേഷമാണ്. നോഹയുടെ പതനം കഴിഞ്ഞുടനെ, നോഹയുടെ ജലപ്രളയം കഴിഞ്ഞുടനെ ദൈവം നോഹയെ അനുഗ്രഹിച്ചു. ഒന്നാമത് ആദമിനെ ദൈവം അനുഗ്രഹിച്ചു. എന്തോ വാചകം പറഞ്ഞെന്നറിയാമോ? സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക. അത് പറഞ്ഞാണ് അനുഗ്രഹിച്ചത്. സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക എന്ന് മലയാള ലാംഗ്വേജിൽ ഉപയോഗിച്ചെങ്കിൽ ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വെർഷൻ പറഞ്ഞത് റീപ്ലനീഷ് എന്ന് പറഞ്ഞാൽ വീണ്ടും പെരുകുക. ഈ ഹാനോക്കിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോഴേ ലൂസിഫറിൻ്റെ സന്തതികളാൽ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരുന്നു. ഡയനാസറും മറ്റ് ജീവികളും ഉണ്ടായിരുന്നെന്ന് ശാസ്ത്രം പറയുന്നതൊക്കെ അതുപോലെ സത്യമാണ്. ആ ജീവികൾ ഇവിടെ നിറഞ്ഞിരുന്നു. 30 കോടി വർഷം പഴക്കമുള്ള 3.5 കോടി വർഷം പഴക്കമുള്ള ഫോസിലുകൾ ഭൂമിക്കടിയിൽ ധാരാളം കിടക്കുക. 3.5 കോടി പഴക്കമുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടം ഭൂമിക്കടിയിലുണ്ട്. ഇതെല്ലാം സൊമാറ്റോ ഫോമിലായി പോയി ഇത്രയും വർഷം മണ്ണിനടി കിടന്നതുകൊണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആദം ഇതൊന്നും കണ്ടിട്ടില്ല. കാണാത്ത ആദമിനോടാണ് ദൈവം പറയുന്നത് റീപ്ലനീഷ്. അവനെ പണ്ടിത് പരന്ന് കിടക്കുകയായിരുന്നു. എൻ്റെ സംസ്കാരത്തിൽ നിന്നവൻ തെറ്റിയത് കൊണ്ട് ഞാൻ അവനെ നശിപ്പിച്ചതാ. റീപ്ലനീഷ്, നീ വീണ്ടും സന്താനപുഷ്ടിയുള്ളവനായി അത് പെരുകി. ഇതേ പദമാണ് നോഹയോട് ഉപയോഗിക്കുന്നത്. നോഹേ, നിന്റെ കൺമുൻപിൽ നീ കണ്ടതാ. കാര്യം എൻ്റെ മര്യാദ കെട്ട് പോയതിനെ, കളറടിച്ചും കിഴുത്തയിട്ടും വന്നതിനെ ഞാൻ നശിപ്പിക്കുന്ന നീ കണ്ടതാ. നൗ യു റീപ്ലനീഷ്, വീണ്ടും നീ വർദ്ധിച്ചു പെരുക, അതിനുവേണ്ടി ഞാൻ നിന്നെ ആക്കുക. ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹത്തിൽ തിരിച്ചു വരേണ്ടതായിരുന്നു. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരേണ്ടതായിരുന്നു അനുഗ്രഹിച്ചതോടെ. പക്ഷേ പിന്നെയും ഈ പഴയ പരിപാടികൾ തുടർന്നു. നോഹ തൻ്റെ തലമുറയിൽ നീതിമാനായിരുന്നു എന്നൊരു പദമുണ്ട്. ഞാനൊരു പൊതുസ്ഥലത്ത് നിന്ന് ഓൺലൈനിലാണ് സംസാരിക്കുന്നത്, എനിക്ക് നന്നായിട്ടറിയാം. നോഹ തൻ്റെ നീതിമാനായിരുന്നുവെന്നൊരു പദമുണ്ട്. നീതിമാൻ എന്നത് എഴുതേണ്ടതിന് വേദപുസ്തകത്തിൽ തമിയം എന്ന പദമായി ചിത്രീകരിച്ചിരിക്കുന്നത്. എബ്രായ വേദപുസ്തകത്തിൽ തമിയം. തമിയം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം നീതിമാൻ എന്നല്ല. ഹീ ഹൂ കീപ്പ് അപ്പ് ഒറിജിനാലിറ്റി. ദൈവം സൃഷ്ടിച്ച ശരീരം അതുപോലെ സൂക്ഷിച്ച ഏക കുടുംബം നോഹയായിരുന്നു. നോഹ തൻ്റെ തലമുറയിൽ നീതിമാനായിരുന്നു. ഹി വാസ് തമിയം. ദൈവം സൃഷ്ടിച്ചതുപോലെ ശരീരം സൂക്ഷിച്ചവനാ. എന്തുകൊണ്ടാണെന്ന് ഒരു വാക്കിൽ വേഗം പറയാം, അതോടെ പറയാൻ സമയം അനുവദിച്ചു. ഞാൻ ഒരു വാക്കിൽ പറഞ്ഞേക്കാം എന്തുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ദൈവം അദ്ദേഹത്തെ അങ്ങനെയൊക്കെ ഇടയായി. ചരിത്രമനുസരിച്ച് ദൈവം ആദം ഹവ്വമാർക്ക് തോലുകൊണ്ടൊരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. ഈ വസ്ത്രം കൈമാറി നോഹയുടെ കൈ വന്നു. ഈ വസ്ത്രം ഉള്ള വീട്ടിൽ കയറി പിശാചിനൊന്നും നിർബന്ധിക്കാൻ ഒക്കത്തില്ല. അവൻ്റെ പിള്ളേരോട് കളറടിക്കാൻ പറയാൻ പറ്റുകയില്ല. അവൻ്റെ പിള്ളേരോട് തുരിയം പറിക്കാൻ പറയാൻ പറ്റുകയില്ല. അവൻ്റെ പിള്ളേരോട് ഒന്നും പറയേണ്ട കാര്യം അവൻ്റെ വീട്ടിലിരിക്കുന്ന വസ്ത്രം, ആ തോല് കൊണ്ടുണ്ടാക്കിയ കോട്ട് യഹോവയായി ദൈവം അനുഗ്രഹിച്ചത്, അതിനെ കൃപയ്ക്ക് നിഴലായിട്ടാണ് ഇന്ന് കാണുന്നത്. ഇന്നും കൃപയുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു.
കൃപ എന്നൊക്കെ പറയുന്നവർ ഒത്തിരി ഉണ്ടെങ്കിലും കൃപ ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നോഹയുടെ വീട്ടിൽ കയറത്തില്ല. നോഹയോട് പറഞ്ഞു, നിന്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർത്തോ, തേണ്ട ഞാൻ നിന്നെ ഒന്നുകൂടെ അനുഗ്രഹിക്കാൻ പോവാ. അങ്ങനെ ഇറങ്ങിയ നോഹയെ ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ നോഹയുടെ കാലശേഷം ആ നോഹയുടെ വീടിനകത്ത് പ്രശ്നം തുടങ്ങി. ഈ കോട്ടെടുത്ത് മാറ്റി. മൂത്ത മോൻ, അവനെ ശപിച്ചതല്ലേ, അവൻ ഈ കോട്ടെടുത്ത് മാറ്റി. ആ കോട്ട് അവൻ നിമ്രോദിന് കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. കൈമാറി നിമ്രോദിൻ്റെ പോയി. നിമ്രോദ് യുദ്ധത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്നത് സിംഹങ്ങളെയായിരുന്നു വരുന്നത്. ഒരു വാക്ക് ഞാനിവിടെ പറഞ്ഞാൽ നിശ്ചയമായും അപവാദികൾ ഒരുപാട് എഴുന്നേക്കും. അപവാദം പറയും, പറയടാവുകയെ നിനക്കും യൂട്യൂബിൽ 10 പൈസ കിട്ടട്ടെ. ഈ ഒരുപാട് അപവാദം പറയുന്ന യൂട്യൂബിലെ 10 പൈസയ്ക്ക് പറയടാ നിനക്കും ആകട്ടെ. യൂട്യൂബിലെ 10 പൈസയ്ക്ക് വേണ്ടി നീ ഇത് ഉപയോഗിക്കുക. പക്ഷെ നിത്യനരകത്തിൽ ചെന്ന് പുഴു കഴിക്കുമ്പം സംഗതി പിടി കിട്ടും. അതുവരെ ഞാൻ മുന്നോട്ട് പോട്ടെ. ഓക്കെ, നോഹ തൻ്റെ തലമുറയിൽ നീതിമാനായിരുന്നു. പക്ഷെ തൻ്റെ മക്കൾ തെന്നി. വീണ്ടും ഈ കോട്ടെടുത്ത് അത് നിമ്രോദിൻ്റെ കയ്യിലെത്തി. നിമ്രോദിനെ ഇൻ്റർനെറ്റിൽ പലയിടങ്ങളിലും കാണിക്കുന്നത് നായാട്ടുവീരനായിട്ട് തന്നെയാണ്. പക്ഷെ നായാട്ടിന് സാധാരണക്കാർ പട്ടികളെയാണ് കൊണ്ട് നടക്കുന്നത്. നിമ്രോദ് സിംഹങ്ങളെയായിരുന്നു കൊണ്ട് നടന്നത്. മനസ്സിലാകുന്നു? അയാൾ സിംഹങ്ങളെ, ഞാനെങ്ങാനും സിംഹത്തെ പട്ടിക്ക് പരം പിടിച്ചാൽ അത് എന്നെ തിന്നേച്ച് സ്ഥലം വിടും, വാല് വാട്ടി കാണിക്കും, എന്നെ തിന്നേച്ച്. പക്ഷെ നിമ്രോദിനെ തൊടുകയില്ല. കാര്യം അവൻ മന്ത്രവാദ വീരനായിരുന്നു. ഇതെല്ലാം കൂടെ ഒരു വശത്ത് ദൈവത്തിൻ്റെ നിന്ന് കിട്ടിയ കോട്ട്, ഒരു വശത്ത് ദൈവത്തിൻ്റെ നിന്ന് കിട്ടിയ കോട്ട്, അത് അവൻ ദുരുപയോഗപ്പെടുത്തി. 2, അവൻ മന്ത്രവാദ വീരനായിരുന്നു. സകലവിധ ആഭിചാരവും അവൻ്റെ കയ്യിൽ നിന്നാണ് വന്നത്. അതിനെ തുടർന്നാണ് ദൈവം ജാതികൾക്കായി വിറ്റത്. നോഹയുടെ കാലത്ത് ജനത്തെ സൃഷ്ടിച്ചതുകൊണ്ട്, മൃഗങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ട് യഹോവയെ അനുതപിച്ചു. കുറച്ചുകൂടി ഇങ്ങോട്ട് കഴിഞ്ഞു, നിമ്രോദിൻ്റെ കാലമായി. കർത്താവ് പറഞ്ഞു, ഇനിയും ഒരു രക്ഷയില്ല, ഇനി ഇവനെ വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ജാതികളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരെ ഞാൻ അങ്ങ് വിട്ടേക്കാം. അവൻ ജാതികൾക്കായി വിറ്റു. ഹി അലോട്ടഡ് ദം എന്നുള്ള പദമാണ്. മലയാള വേദപുസ്തകം ഇംഗ്ലീഷ് വേദപുസ്തകവും തർജ്ജമ ചെയ്തപ്പോൾ ഒരു ചെറിയ തെറ്റുപറ്റി. യഹോവ വംശങ്ങളെ വിഭജിക്കുമ്പോൾ ദൈവപുത്രന്മാരുടെ അളവിനൊത്തവണ്ണം, എണ്ണത്തിനൊത്തവണ്ണം വിഭജിച്ചു എന്നൊരു പദമുണ്ട്. അത് തർജ്ജമ ചെയ്തവർ ദൈവപുത്രന്മാരെന്ന് പറഞ്ഞത് ഇസ്രയേലിൻ്റെ എണ്ണത്തിനൊത്തവണ്ണമാക്കി. ഭാഷ അറിയാവുന്നവർ, എനിക്ക് ആ ഭാഷകൾ അറിഞ്ഞുകൂടാ, ഭാഷകൾ അറിയാവുന്നവർ ക്രിട്ടിക്കൽ മെൻറ്റാലിറ്റിയോടുകൂടെ വായിക്കുന്നവർ പറയുന്നത് അങ്ങനല്ല. ദൈവപുത്രന്മാരെന്ന് ഉപയോഗിക്കുന്ന പദം വീണുപോയ ദൂതന്മാരുടെ കാര്യമാണ്. അവരാണ് ദൈവപുത്രന്മാർ, സാക്ഷാൽ ദ സൺസ് ഓഫ് ഗാഡ്, ദൈവപുത്രന്മാർ. അവരുടെ എണ്ണത്തിനൊത്തവണ്ണം ഭൂലോകത്തെ വേർതിരിച്ച് അവർക്ക് കൊടുത്തു കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. വരയ്ക്കേണ്ടവൻ വരയ്ക്ക്, കിഴിക്കേണ്ടവൻ കിഴിക്ക്, ഉടുക്കേണ്ടവൻ ഉടുക്ക്, നടക്കേണ്ടവൻ നടക്ക്. എനിക്ക് നിന്നെ വേണ്ട, പോ, എനിക്കൊന്നിനെയും വേണ്ട. വീണ്ടെടുപ്പിന് വേണ്ടി ഞാനൊരു ദിവസം തീരുമാനിക്കും, അന്ന് വരെ എനിക്ക് നിന്നെ വേണ്ട. മനുഷ്യൻ്റെ 3-ാം വീഴ്ച നിമ്രോദിൻ്റെ കാലത്ത് നടന്നു. എന്നിട്ട് അബ്രഹാം എന്ന ഒരുത്തനെ വിളിച്ചു. ഞാനിവിടെ അബ്രഹാമിൻ്റെ കാര്യത്തിൽ വന്നു. 8-ാമത്തെ വാക്യത്തിൽ അബ്രഹാം എന്ന് പറയുന്ന ഒരുത്തനെ വിളിച്ചു പറഞ്ഞു, മോനെ അബ്രാമേ, അബ്രാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു, മോനെ എനിക്ക് ഏതെൻ്റെ മണ്ണിൽ വെച്ച് ഒരു കൽപ്പനയുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്, സ്ത്രീയുടെ സന്തതി വരുമെന്ന്. മോനെ അത് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് യോഗ്യമായ ഒരു ജാതി ഉണ്ടാകണം. എനിക്ക് യോഗ്യമായ ഒരു ജാതി ഉണ്ടാക്കുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. നിൻ്റെ ഭാര്യ മച്ചിയ, എനിക്ക് നന്നായി അറിയാം, എനിക്ക് അതിനെ ഇഷ്ടമാണ്. വാ, ഞാൻ നിന്നെ ഒരു ജാതിയാക്കാം. ഞാൻ ഇപ്പോഴ് ഭൂമിയെ 2ആയി തിരിക്കുക. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം, എന്നിട്ട് എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്ന് പറഞ്ഞേക്കണം. ഭൂമിയെ 2ആയി തിരിക്കുക. ഒന്ന് നിനക്ക് തരാൻ പോകാണ്, ഫ്രാത്ത് മുതൽ മഹാനദി വരെ. ബാക്കി മൊത്തം ഞാൻ ജാതികൾക്ക് കൊടുക്കുക. ഇത് ഞാൻ ഒരുപാട് ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്, ഇൻ്റർനെറ്റിലെല്ലാം ഇഷ്ടംപോലെ കിടപ്പുണ്ട്, അവിടെ ഇവിടെയൊക്കെ പറഞ്ഞത്. ഞാൻ ഒരു ഭാഗം നിനക്ക് തരാൻ പോകാം, ബാക്കി മുഴുവനും ഞാൻ ജാതികൾക്ക് കൊടുക്കാൻ പോകാം. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വാച്ച് എടുക്കട്ടെ. ഈ വാച്ച്, ഇതിൻ്റെ ഈ ഫേസ്, ഇത് മാത്രം ഉദ്ദേശിച്ച് ഒരു തീരെ ചെറുതാണ്. ഞാനിത് ഈ വലിയ കെട്ടിടത്തിൻ്റെ ഒരു മൂലയ്ക്കോട്ട് വെച്ചേച്ച് പറയാം, അബ്രഹാമേ തെണ്ടി ഇത്രയും സ്ഥലം നിനക്കാ, ബാക്കി മുഴുവൻ ഞാൻ ജാതികൾക്ക് കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഗൗരവം, കമ്പാരിഷൻ. ഈ വലിയ കെട്ടിടത്തിനകത്ത് ഈ ഒരു വാച്ച്, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ളത് ഭൂമിയുടെ എന്തോ ഉണ്ടെന്ന്. ഇന്നത്തെ ജിയോഗ്രഫി അനുസരിച്ച് 510 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് ഭൂമി. ഇതിൻ്റെ കരഭാഗം എന്ന് പറയുന്നത് 510 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ്. അബ്രഹാമിന് ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം കൊടുത്തത് 22,000 ശിഷ്ടം സ്ക്വയർ കിലോമീറ്ററാണ്.
എന്ന് പറഞ്ഞാൽ ആകെയുള്ള ഭൂമിയെ 25 ലക്ഷം ഭാഗങ്ങളായി തിരിച്ച് 25 പോയിന്റ് സംതിങ് വരും. 25 ലക്ഷം കഷണം, 25 ലക്ഷത്തിലധികം കഷണങ്ങളായി മുറിച്ചതിലെ ഒരു കഷണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ വലിയ കെട്ടിടത്തിനകത്ത് ഈ വാച്ചിൻ്റെ ഫേസ് ഇതിങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്ഥലം നിനക്ക് തരാം. പക്ഷെ നീ ഇതിനകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പ്രമാണം സൂക്ഷിച്ചോണം, നിന്നേക്കാൾ വലിയ ഒരു ജാതി ഈ മൊത്തം കൂടെ നോക്കിയാൽ ഉണ്ടാവില്ല. ഒന്ന് വീണവനും മറ്റേ നിന്ന ഞാനുമാ, ഒന്ന് വീണവനും മറ്റേ നിൽക്കുന്ന ഞാനുമാ. ഞാൻ പറഞ്ഞല്ലോ 510 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് 22,000 സ്ക്വയർ കിലോമീറ്റർ നിൻ്റെലോട്ട് തരിക. പക്ഷെ നോക്കിക്കോണം, ഞാൻ പറയുന്ന പോലെ നടന്നോണം, ഞാൻ പറയുന്ന പോലെ ചെയ്തോണം. മറ്റവൻ വന്ന് കളറടിപ്പിച്ചല്ലോ, നീ ടാറ്റു കുത്തരുത്. മറ്റവൻ വന്ന് കിഴിച്ചല്ലോ, നീ മരിച്ചവൻ്റെ പേരിൽ ശരീരം മുറിക്കരുത്. മരിച്ചവനെന്ന് പറയുന്നത് നിമ്രോദിൻ്റെ കാര്യമാണ്. നീ ശരീരം മുറിക്കരുത്, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റേ ചെയ്യരുത്. ഞാൻ പറയുന്ന പോലെ നടന്നോണം. നിനക്ക് ഇത്രയും മതിയടാ, ഇത്രയും മതി. നിന്നേക്കാൾ വലിയൊരു ജാതി ഉണ്ടാകത്തില്ല, ഞാൻ നോക്കിക്കോളാം. അതുകൊണ്ട് അബ്രഹാമെ ഇറങ്ങടാ. അബ്രഹാമിനെ ദൈവം വേർതിരിച്ചു. അബ്രഹാമിനെ വേർതിരിച്ച് നിമ്രോദിനോട് പറഞ്ഞു, നിമ്രോദേ, നിന്റെ ഇഷ്ടം പോലെ നടാ, ഞാൻ നിന്നെ വിറ്റിരിക്കുന്നു, അലോട്ട് ചെയ്തിരിക്കുന്നു, ജനത്തെ കൊണ്ട് നടാ. പക്ഷെ വീണ്ടെടുപ്പിൻ്റെ ഒരു നാൾ വരും, അന്ന് ഞാൻ തിരിച്ചു പിടിക്കും. അതുവരെ തൽക്കാലത്തേക്ക് അബ്രഹാം വാ. അവിടെ അബ്രഹാമിനെ വിളിക്കുന്നേ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു. എവിടേക്ക് പോകുന്നുവെന്നറിയാതെ യാത്ര തിരിച്ചു. അബ്രഹാമിൻ്റെ ചരിത്രം ഭയങ്കരമാണ്, തൊടണമെന്നില്ല. ഒരു ദിവസം യഹോവയായ ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനോട് പറഞ്ഞു, വയസ്സെത്രയായി? 99. വരുന്നയാണ്ടിൽ ഈ നേരം നിനക്കൊരു മോൻ. ഞാൻ എവിടെ കാണാൻ ഉണ്ടായിരുന്നു പറഞ്ഞാൽ, തമ്പുരാനെ കുറഞ്ഞ പക്ഷെ ഒരു സർജറി എങ്കിലും ആവശ്യമായി വരും. സാറ് ജന്മനാൽ വന്ധ്യ. ഇവക്കൊരു സർജറിയെങ്കിലും ഇല്ലാതെ നടക്കുകയില്ല. ഒന്ന് സർജറി ചെയ്യാൻ തയ്യാറല്ല, ഒരു ഇഞ്ചക്ഷൻ കൊട്. അബ്രഹാമിനൊരു ഗുളികയിലും കൊട്. തമ്പുരാൻ പറഞ്ഞു, നില്ലടാ വർഗീസേ, നില്ല്. എൻ്റെ മെത്തേഡ് സർജറി അല്ല, എൻ്റെ മെത്തേഡ് ഇഞ്ചക്ഷൻ അല്ല, എൻ്റെ മെത്തേഡ് ഒരു വാക്കാ. അബ്രഹാമേ, നിനക്ക് വിശ്വസിക്കാമോ? അബ്രഹാമേ, നിനക്ക് അംഗീകരിക്കാമോ? എൻ്റെ വാക്ക് അംഗീകരിക്കാമോ? എനിക്ക് സർജറി ഇല്ല, എനിക്ക് പിൽസ് ഇല്ല, എനിക്ക് ഇഞ്ചക്ഷൻ, ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഇടപെടിയിൽ നിനക്കെന്നെ വിശ്വസിക്കാമോ? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതാണ് ഫെയ്ത്ത്. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തൊരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. അബ്രഹാം ചെന്നിടത്ത് പറഞ്ഞു, ഞാൻ താമസിക്കണമെങ്കിൽ നാട്ടുകാരൻ്റെ കൂടെ താമസിക്കത്തില്ല, എനിക്കൊരു വേർപെട്ട സംഘടന വേണം. അതെൻ്റെ മക്കൾ തന്നെയാണ്, വേളിയിൽ ആളില്ല, ഞാൻ എൻ്റെ മക്കളോടും കൊച്ചുമോനോടും കൂടെ താമസിക്കാൻ പോവുകയാണ്. ഒരു വേർപെട്ട സംഘടന, എനിക്ക് കണ്ടെടുത്ത് കൈയടിക്കാൻ പറ്റത്തില്ല. ദൈവിക വേർപാടിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അബ്രഹാമിനെ വിളിച്ചെന്ന് പറഞ്ഞ് സ്വജനത്തെയും പിതൃഭവനത്തെയും വിട്ടേച്ചുവാ. കഷ്ടകാലത്തിന് ഒത്തില്ല. കാര്യം ലോത്തിനെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നു, അങ്ങനെ പലതും, അത് ഞാൻ തൊടുന്നില്ല. പക്ഷേ ഒക്കുന്നിടത്തോളമെങ്കിലും നിൽക്കാൻ അബ്രഹാം തീരുമാനിച്ചു. വാഗ്ദത്ത ദേശത്തൊരു അന്യദേശത്തെന്നതുപോലെ പാർത്ത്, വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പാർത്ത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. കാലത്തിൻ്റെ പോക്കിൽ അബ്രഹാമിൻ്റെ സന്തതിയായി യേശു അവതരിച്ചു. 5ാമത്തെ വ്യക്തിയായി ഇവിടെ എടുത്തു പറയുന്നത് സാറയെ. അതും കൂടെ പറയുമ്പോഴത്തേക്ക് തന്ന സമയവും തീരും. സാറയെ കൂടെ വിളിച്ചു. സാറയെ വിളിച്ചു പറഞ്ഞു, വിശ്വാസത്താൽ സാറ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനം തന്നെ. അമ്മച്ചി ഇച്ചിരി കളിപ്പ് പറ്റിയായിരുന്നു. വേണ്ടാത്ത ഒരു കുഞ്ഞു കുടുംബത്തിൽ ഉണ്ടായിപ്പോയി. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. തലമുറകൾ മൊത്തം യുദ്ധം ചെയ്യും. മരണം വരെ യുദ്ധം ചെയ്യും. അന്തിമ ജയം മാത്രം ഞാൻ തരും. ഓക്കെ, അതുവരെ സഹിച്ചേ പറ്റൂ. അമ്മച്ചി കാണിച്ചതല്ലേ, നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ? ഈ അവകാശത്തിൽ കൂട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ അതുപോലെ കെയർഫുള്ളാകണം. ദയവായി കാര്യം ഓർക്കണം. കോർപ്പറേറ്റ് കോളിംഗ് ഭയങ്കര പ്രത്യേകതയാണ്. കാര്യം ഈ ഡയറക്റ്റ് കോളിംഗ് ഉള്ളവൻ ദൈവത്തിങ്കിൽ നിന്ന് അങ്ങ് നടന്നോളും. അവനെന്നും ആ ദൈവിക സംസർഗം കാണും. മറ്റവനാണ് ഈ ചുറ്റുവട്ടത്തിൻ്റെ പ്രഷറെല്ലാം കൂടെ വരുന്നത്. നിനക്കെന്താ മക്കളില്ലാത്ത? എൻ്റെ പിന്നെ നിന്നോട് മിണ്ടരുതെന്നാണ് ദൈവം പറഞ്ഞത്. അബ്രഹാം അത് അനുസരിക്കുക. എനിക്ക് പക്ഷേ പറ്റുന്നില്ല. ഞാൻ നീ പറയുന്നതെല്ലാം കേൾക്കുക.
അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് അങ്ങ് പോവുകയാണ്. പുള്ളിക്ക് മറ്റൊരു മക്കളുണ്ടോ എന്നുള്ളതൊന്നും നോട്ടമല്ല. സാറേ അമ്മച്ചിക്ക് ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ അടുക്ക പറഞ്ഞത്, എന്നെയും കൂടെ കരുണ ദൈവം ഓർക്കട്ടെ, അതുകൊണ്ട് ദാസ്യവുമായിട്ട് ബന്ധപ്പെടുക. പറ്റി. ഞാൻ അബ്രഹാമിനെ കുറിച്ച് വേറൊരു കാര്യം പറയാം. റോൺ ചാൾസ് എന്നൊരാളുടെ അറിയാം. മുമ്പേ ഞാൻ റോണിൻ്റെ കാര്യം പറഞ്ഞു, അതല്ല. ആ റോണ് ബ്രെയിനാർഡ് ബോങ്കയുടെ സെക്രട്ടറി. റോൺ ചാൾസ് എന്നൊരു മനുഷ്യനുണ്ട്. UNOയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ഡയറക്ടറായിരുന്നു, ചെയർമാൻ. UNOയുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ എക്സ്കവേഷൻ വിങ് ചരിത്രം കുഴിച്ചെടുത്ത് കാര്യം കൊണ്ടിരുന്ന അതിൻ്റെ ചെയർമാനായിരുന്നു ആ മനുഷ്യൻ. ദൈവത്തിൻ്റെ മഹാകരുണയാൽ നമ്മുടെ വീട്ടിൽ വന്ന് ഒരാഴ്ച താമസിച്ചതാണ്. ഇവരൊക്കെ എന്നെ VVIPs എന്നറിയാമോ? സാധാരണക്കാരനല്ല. UNOയുടെ ചെയർമാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം ബാംഗ്ലൂർ വന്നു താമസിക്കാൻ വേണ്ടി വലിയൊരു ഹോട്ടലൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ബട്ട് വർഗീസ്, നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കൊരു നിയോഗം, ഒരു കൈമാറ്റം ഉണ്ട് ഏതാണ്ട്. സോ ലെറ്റ് മീ സ്റ്റേ വിത്ത് യു. എൻ്റെ വീട്ടിൽ അങ്ങനെ ആരെയും താമസിപ്പിക്കാൻ കൊള്ളുകയില്ല. ഇവിടെ ഇരിക്കുന്ന പലർക്കും എൻ്റെ വീട് അറിയാം. പാസ്റ്റർ അനി ജോർജിന് നന്നായി അറിയാം. അങ്ങനെ ഒരു VIP താമസിപ്പിക്കാനുള്ളത് ഒന്നും എൻ്റെ വീട്ടിലില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ്റെ വീടാണെങ്കിൽ അതിനേക്കാളും നല്ലത്. പാസ്റ്റർക്കും അറിയാം, എൻ്റെ മോൻ്റെ വീട് അതിനേക്കാൾ നല്ല. VIP താമസിപ്പിക്കാനൊന്നും കൊള്ളുകയില്ല. അനി ജോർജ് വന്ന് താമസിപ്പിക്കാൻ കൊള്ളാം. ആ ലെവലാണ് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഒരു ലെവൽ മേളിലുണ്ട്, കൊള്ളും, അതിന് കൊള്ളുന്നതാണ്. ഞങ്ങൾ അവസാനം പറഞ്ഞ്, എൻ്റെ കൂടെ താമസിക്കാനാണെങ്കിൽ ഇതല്ലാതൊരു മാർഗ്ഗമില്ല. അത് മതി. എൻ്റെ മോൻ്റെ വൈഫ് എനിക്ക് തന്നെ നന്നായി അവൾ ആഹാരം നന്നായി ഉണ്ടാക്കും. എങ്കിലും അവൾ ഇങ്ങനെ വിറച്ചുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് അങ്ങേക്ക് ഉണ്ടാക്കി തരാനുള്ള കഴിവ് വേണ്ട, നിനക്ക് എന്നാ ഉണ്ടാക്കാൻ അറിയാം, അതങ്ങ് തന്നാൽ മതി. കഞ്ഞി, പയറ്, മത്തി വറുത്തത്, ഇതൊക്കെയായിരുന്നു ആ പുള്ളി കഴിക്കുന്നത്. ഒരാഴ്ച. ബട്ട് ദർ വാസ് ആൻ ഇമ്പാർട്ടേഷൻ, ഒരു പകർച്ച തരാം. അദ്ദേഹം പറഞ്ഞ പദങ്ങളാ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ദേശത്ത് നെടുകയും കുറുകയും നടക്കാം. അബ്രഹാം രാവിലെ എഴുന്നേറ്റാൽ പേപ്പട്ടി നടക്കുന്ന പോലെ നടപ്പാ. കാര്യം അമോര്യരുടെ തത്വപ്രകാരം അന്നുണ്ടായിരുന്ന അർമേനിയൻസിൻ്റെ തത്വപ്രകാരം ഒരു ദേശം പിടിച്ചടക്കണമെങ്കിൽ അവിടെ നെടുകയും കുറുകയും നടക്കണം. അയ്യോ, നമ്മുടെ വല്യപ്പൂപ്പന്മാർ മലകൾ വെട്ടിപ്പിടിച്ചാൽ, കാട് വെട്ടിത്തെളിച്ചാൽ, ഒരു സ്ഥലം വാങ്ങിച്ചാൽ അവിടെ മൂപ്പിറക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? എന്തോ ആഴത്തിലോട്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുക. മൂപ്പിറക്കുക എന്ന് പറയും. അതായത് ബോർഡറിൽ കൂടെ ഒക്കെ നടന്ന്, കിട്ടിയ അരികിലൊക്കെ നടന്ന് നീണ്ടു നിൽക്കുന്ന ചെടികളൊക്കെ വെട്ടി അവിടെ ഒരു കുഴിയൊക്കെ കുഴിച്ച് അവിടെ ഒരു കൊച്ചു മരമൊക്കെ കുഴിച്ചിട്ട് ഇങ്ങനെ നടക്കും. അതിനെ പണ്ട് വിളിച്ചിരുന്നത്, വെറും 100 വർഷങ്ങൾക്ക് പുറകിൽ മൂപ്പിറക്കുക എന്നായിരുന്നു പറയുന്നത്. പുള്ളിക്കാരൻ അപ്പൂപ്പൻ മൂപ്പറക്കാൻ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബൗണ്ടറിയൊക്കെ നടന്നു നോക്കുന്നത്. ദൈവദാസ, സഭയുടെ മൂപ്പിറക്കണം. ഇടയ്ക്ക് ഇതിലെ കൂടെ ഒക്കെ കയറി ഇത് എൻ്റെ ആടാന്ന് പറയണം. ഇതിനകത്തിരിക്കുന്ന ഏരിയ ലീഡേഴ്സ്, മിനിസ്റ്റേഴ്സ്, നിങ്ങളുടെ ഏരിയയിൽ കൂടെ നടന്ന് ഒന്ന് മൂപ്പിറക്കണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമെ മൂപ്പിറക്കടാ, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന നാട് നെടുകയും കുറുകയും നടക്കടാ. അബ്രഹാം നടന്നാലത്തെ പ്രത്യേകത, അശുദ്ധ ശക്തികൾ കീഴടങ്ങി പിന്മാറും. വാലുയർത്തി നിൽക്കുന്നവന്മാര് വാലി ചുരുട്ടി മാറുവാൻ നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ കോട്ടയം പട്ടണത്തിന്റെ ഭാഗങ്ങളിൽ മൂപ്പറക്കാൻ നടക്കുന്ന വിശുദ്ധന്മാരെ ദൈവം പറഞ്ഞതുപോലെ നടാ. റോൺ ചാൾസ് പറഞ്ഞ വാദങ്ങൾ, അബ്രഹാം നടക്കാൻ വിട്ടുപോയ 2-3 ഇടങ്ങളുണ്ട്. ഗാസ സ്ട്രിപ്പ് അബ്രഹാം നടന്നില്ല. മനസ്സിലായോ? അബ്രഹാം നടന്ന് ക്ഷീണിച്ചു. ഇത് 220 സ്ക്വയർ കിലോമീറ്ററാ. നടന്ന തീരുന്നതല്ല. അബ്രഹാം ഒരുപാട് നടന്നു, പക്ഷേ ഗാസ സ്ട്രിപ്പിൽ എത്താൻ കഴിഞ്ഞില്ല. ഇന്ന് കഠിന യുദ്ധം നടക്കുന്ന ഏരിയകൾ അബ്രഹാം നടക്കാൻ ഒക്കാതെ വിട്ടതാ. ഇസഹാക്കിന് വേണേ നടക്കായിരുന്നു, അവൻ മിടുക്കനായിരുന്നു, വീട്ടിൽ കുത്തിയിരുന്നു, മടിയനായിരുന്നു. യാക്കോബിന് നടക്കാമായിരുന്നു, അവൻ അമ്മ വീട്ടിൽ പോയി, ഇവിടെ നടക്കാൻ വന്നില്ല. പക്ഷേ ഹാഗാർ ആ പരുവത്തിന് നടക്കാൻ പോയി. ഇന്ന് കണ്ട് അവളുമായി യുദ്ധം ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? നടക്കാൻ പറയുന്നിടത്ത് നടക്കണം. വിശ്വാസത്താൽ അബ്രഹാം ഇറങ്ങി ഒക്കുന്നിടത്തോളം ചെയ്തു. പക്ഷെ അബ്രഹാമിനും മക്കൾ കൂടി ഇല്ലാതെ പോയത് ഒരബദ്ധമായി മാറി. ഓക്കെ, വിശ്വാസത്താൽ അബ്രഹാം അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക് പോയി. അവിടെ താമസിക്കുന്നത് പരദേശത്തെന്ന പോലെ, ഒരു അന്യദേശത്തെന്ന പോലെ പാർത്തു. നടക്കാവുന്നിടത്തൊക്കെ നടന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഭവനത്തിനു വേണ്ടി നോക്കി പാർത്തു. വിശ്വാസത്താൽ സാറയും
വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. സാറയുടെ അടുക്കൽ ഒരിക്കൽ ദൈവദൂതൻ വന്നു. ഭാഷ അറിയാവുന്ന ദൈവദാസന്മാർ തർജ്ജമ ചെയ്തത് ഞാൻ കേട്ടതാ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളി വരുമ്പോൾ എനിക്ക് മലയാളം പോലും അറിയത്തില്ലായിരുന്നു, ഭൂമിയിൽ ഒന്നും അറിയത്തില്ലായിരുന്നു. ശ്വാസം വലിക്കാനൊക്കെ അറിയായിരുന്നു, അന്നേ അറിയായിരുന്നു, വേറൊന്നും അറിയാൻ വയ്യ. അമ്മ പാല് തമ്മ കുടിക്കാൻ അറിയാമായിരുന്നു തോന്നുന്നു, അതോ അതും പഠിപ്പിച്ചതാണോ എന്ന് ആർക്കറിയാം. പഠിപ്പിച്ചതാണ്. ഒരു അല്പം കഴിവുണ്ടായിരുന്നു, ബാക്കി വലിച്ചു കുടിക്കാനൊക്കെ പഠിപ്പിച്ചു. നമ്മളാരും വരുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. അവിടെ ഇവിടുന്നുമൊക്കെ കിട്ടുന്ന കണക്ഷനാണ്. നല്ല കണക്ഷൻ കിട്ടുന്നവർക്ക് വല്ലതും ചൊവ്വയെ അറിയാം, മറ്റേ കണക്ഷൻ കിട്ടുന്നവൻ അവിടെ കിടക്കുകയുള്ളൂ. അബ്രഹാമിനെക്കുറിച്ചും സാറയെക്കുറിച്ചും പറയുന്നത്, സാറ നിങ്ങളുടെ വെളിയിൽ അബ്രഹാം വെളി വന്നു. നോക്കടാ ആകാശത്തോട്ട്, നക്ഷത്രം കണ്ടു. ഇതിൻ്റെ അപ്പൻ ആരാടാ? നിന്നേക്കാൾ പ്രായം കുറവായിരുന്നു എനിക്ക്. ഇതിൻ്റെ അപ്പൻ ഞാനാണെങ്കിൽ നിന്റെ സന്തതി ഇതുപോലെ ഇരിക്കൂടാ. വാടാ, കടൽ തീർത്ത് നടക്കാൻ പാ. മേലാൽ സാറയുമായി അവിശ്വാസം പാചകം പങ്കുവെക്കരുത്, വാ. എന്നിട്ട് സാറയോടും പറഞ്ഞു, വരുന്നയാണ്ടിൽ ഈ നേരം സാറയ്ക്കൊരു കുഞ്ഞുണ്ടാവും. സേറ കൂടാരത്തിൽ വീണ് കിടന്ന് ചിരിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. സേറ കൂടാരത്തിൽ വീണ് കിടന്ന് ചിരിച്ചു. ദൂതൻ പറഞ്ഞു, നീ ചിരിച്ചല്ലോ. ഒരു കൺക്ലൂഷൻ വരില്ലേ, ഞാൻ ചില മിനിറ്റുകൾ എടുക്കും. ദൂതൻ പറഞ്ഞു, നീ ചിരിച്ചു. സേറ പറഞ്ഞു, ചിരിച്ചില്ല. ഉപദേശി പറഞ്ഞു, സാറ കള്ളം പറഞ്ഞതാ. ഓക്കെ, എല്ലാം അവിടെ ഇരിക്കട്ടെ. ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് ടർഡേമ എന്ന പദമാണ്. ടർഡേമ, വീണ് ചിരിച്ചു എന്നുള്ളതിൻ്റെ വീണു എന്നതിന് ടർഡേമ എന്ന പദമാണ്. ടർഡേമ എന്ന വാക്കിൻ്റെ അർത്ഥം ആത്മവിശ്വത എന്നാ. പിടികിട്ടുന്നുണ്ടോ? സേറ ആത്മവിശ്വതയിൽ വീണു. ആത്മീക കാഴ്ചപ്പാടും വെളിച്ചോ ഉള്ളവർ പറയുന്ന പദമാണ്, അല്ലാത്തതല്ല. ബാക്കി എനിക്ക് പറയേണ്ട കാര്യമില്ല. ആത്മീക വെളിച്ചപ്പാടും കാഴ്ചപ്പാടും ഉള്ളവർ ഇപ്പം കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നവരോട് മാത്രം പറയുക. സേറ വീണ് കിടന്ന് ചിരിച്ചു. ആത്മവിവശതയും ഹോളി ലാഫ്റ്ററും എന്നാണ് അതിനെ ഭാഷ അറിയാവുന്നവർ പറയുന്നത്. ആ ചിരി കേട്ടുകൊണ്ടാണ് ദൂതൻ പറഞ്ഞത്, സാറ ചിരിച്ചല്ലോ, നിനക്ക് ഈ അനുഭവം ഉണ്ടല്ലോ. സാറ ഇത് അറിഞ്ഞുപോലുമില്ല, അവൾ അബോധാവസ്ഥയില്ല. അവൾ പറഞ്ഞ് ചിരിച്ചില്ല. ദൂതൻ പറഞ്ഞു, ഒന്നും വേണ്ടണ്ട, ദൈവം ചെയ്യേണ്ടത് ചെയ്തു. നിനക്ക് ജന്മനാൽ ഇല്ലാത്ത ജനനേന്ദ്രിയം അഥവാ ഗർഭം നിനക്കുണ്ടാകാതെ വണ്ണം തകർന്നു കിടന്ന നിന്റെ ഗർഭപാത്രം രൂപീകരിക്കപ്പെട്ടു. വരുന്നയാണ്ടിൽ ഈ നേരം ഒരു കുഞ്ഞ്. ആത്മീക അനുഭവങ്ങളിലൂടെ ഇവരൊക്കെ കടന്നുപോയി കേട്ടോ. വചനത്തിൻ്റെ പ്രത്യേകത ശരീരത്തെയും മാംസത്തെയും സന്ധി മജ്ഞകളെയും വേർപിടിക്കും വരെ, മജ്ഞയ്ക്കകത്തു വരെ കയറുന്നതാണ്. ഇന്നിവിടെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെങ്കിലേ അവിടെ വരെ കയറുന്നതാ. സേറേ, അങ്ങക്ക് ജന്മനാൽ ഗർഭപാത്രം ഇല്ലല്ലേ? അങ്ങ് ജന്മനാൽ വന്ധ്യയാണല്ലേ? ഇപ്പൊ പ്രായത്തിന്റെ പോക്കിൽ കംപ്ലീറ്റ് തീർന്നല്ലയോ? പക്ഷെ എന്റെ വാക്ക് എന്നാന്നറിയാമോ? എന്നെ വിശ്വസ്തനെന്ന് എണ്ണ്. വരുന്നയാണ്ടിൽ ഈ നേരം ഞാൻ വരും. ഔവണ്ണം സാറയും വിളിച്ചവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും ജന്മനാൽ വന്ധ്യയായിരുന്നെങ്കിലും പുത്രോത്പാദനത്തിന്റെ ശക്തി മടങ്ങി വന്നു വിശ്വാസത്താൽ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും. Now faith is a substance. കണ്ടത് വിശ്വസിക്കണ്ടു, അതെന്നെ വിശ്വസിക്കാൻ അതറിയാവുന്നല്ലേ. ഞങ്ങളുടെ അപ്പൂപ്പൻ പ്രാർത്ഥിച്ചപ്പം രോഗി സൗഖ്യമായി, ഞാനും എനിക്ക് ഇന്നും സൗഖ്യം ഉണ്ടാകും. എടോ, അത് പണ്ടേ കണ്ടതാ. എൻ്റെ അപ്പൂപ്പൻ പ്രാർത്ഥിച്ചപ്പോൾ ആളുകൾ ആത്മാവിൽ നൃത്തം ചെയ്തു, അത് ഇന്നും നടക്കും. എടോ, അത് പണ്ടേ കണ്ടതാ. അതിനപ്പുറത്തെ വല്ലതുകൊണ്ട് പറ. കാണാത്ത കാര്യം പറ. അത് വിശ്വസിക്കുന്നവനെ വിശ്വാസ വീരൻ എന്ന് വിളിക്കും. മറ്റേ സാധാരണ വിശ്വാസിയാ. വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ സാറ. വിശ്വാസത്താൽ നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞേക്ക്. വിശ്വാസത്താൽ എം.എ. വർഗീസ്, വിശ്വാസത്താൽ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ, വിശ്വാസത്താൽ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ, നമുക്കൊന്ന് വളരാം. വിശ്വാസ വീരനെ അനുഗമിക്കുവാൻ വിശ്വാസ വീരന്മാരായി നമുക്ക് കർത്താവിനോട് ചേരാം. ഞാൻ ഒരു വാക്കി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് ചില രോഗികൾ സൗഖ്യമാകണം. ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് ചില ദൈവിക വിടുതലുകൾ നടക്കണം. കർത്താവ് എനിക്ക് തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രണ്ട് സ്ഥലത്തും കർത്താവിൻ്റെ ദാസൻ എനിക്ക് അനുവദിച്ച സമയത്തിനായി അദ്ദേഹത്തോട് നന്ദിയുണ്ട്, സഭയോട് നന്ദിയുണ്ട്.
നിശ്ചയമായും ബാംഗ്ലൂർ ചർച്ചിൽ ഇന്ന് ഞാൻ വേണ്ടതായിരുന്നു, ഇല്ലാതെ പോയി. പക്ഷെ ദൈവം എനിക്കൊരു മോനെ തന്നു. അവൻ ഇന്നിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു വാക്കിൽ കണ്ണടയ്ക്കാൻ കർത്താവും ദൈവവുമേ, അങ്ങയുടെ ദാസൻ എന്ന പദവിയിൽ ഈ പ്രായത്തിലും ഈ സഭയിൽ വരുവാൻ അടിയനെ ഇത്രയും ആരോഗ്യപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി ഈ സഭയെ അനുഗ്രഹിക്കുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ സഭയെ അനുഗ്രഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഗൗരവത്തിലേക്ക് ഇറങ്ങുവാൻ കർത്താവ് ഇവരെ ഇറക്കണമേ. മുരടിച്ചു പോയ കർത്താവേ, മാർഗദർശികൾ ചുറ്റുവട്ടങ്ങളിലുള്ളപ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കുന്ന ഒരു മാർഗദർശിയെ, ഒരു വിഷണറിയെ ഈ സഭയ്ക്ക് നൽകിയത് ഈ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അദ്ദേഹത്തോടുകൂടെ തൻ്റെ വിളിയും തൻ്റെ ദർശനവും പങ്കുവെക്കുന്ന സഹശുശ്രൂഷകന്മാരെയും സഭയെയും അങ്ങ് കൊണ്ടുവന്നതിനായി സ്തോത്രം. അടിയങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം വ്യത്യസ്തമാണ്. ചിലർക്ക് ആ ഒറിജിനൽ കോളുണ്ട്, ചിലർക്ക് സബോർഡിനേറ്റ് കോളുണ്ട്, ചിലർക്ക് കർത്താവെ അസോസിയേറ്റ് കോഡിൻ്റെ കോളുണ്ട്. ഇന്ന് പകലും ഓരോ വിളികളും അതുപോലെ അംഗീകരിച്ച് അനുസരിപ്പാൻ ഈ സഭയ്ക്കൊരു കൃപ വരണമേ. അതിന് ഞാൻ ഈ സഭയെ അനുഗ്രഹിക്കുന്നു. അവരവരുടെ വിളിയിൽ നിന്നും ദൗത്യത്തിൽ നിന്നും പറിച്ചു കളവാൻ വട്ടത്തിൽ നിൽക്കുന്ന ദുരാത്മവ്യാപാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവകൃപ പകരട്ടെ. മഹത്വം കർത്താവ് എടുത്താലും അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ